സോ ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്താണ്. ഇന്ന് സമഗ്ര ആരോഗ്യത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയവും വളരെ പക്വമായ ഒരു വിഷയമാണ്. ദൈ സെൽഫ് ടു ആഷ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പല ജീവിത സാഹചര്യങ്ങളും ചില പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളുടെയൊക്കെ മുമ്പിൽ അതിൻ്റെ ആ തീച്ചൂളയിൽ നമ്മൾ ചാരമായി പോകുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. ചിലരൊക്കെ തികച്ചും ഭസ്മമായി തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു സാഹചര്യത്തിലായി പോകും. എന്നാൽ പലരും അതിൽ നിന്ന് തിരിച്ചു വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങളിൽ നമ്മൾ തിരിച്ചു വരുന്നത്? അതിന് നമ്മളെ സഹായിക്കുന്നത് ജയൻ നമ്പൂതിരി സാറാണ്. സാറിനെ സംബന്ധിച്ചോളം പറയുമ്പം EQ ഫോർ പീസ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. ഇന്ത്യയിലെ 525ാമത്തെ ഓൺലൈൻ വെബിനാറാണ് ഇന്ന് സാറ് ചെയ്യുന്നത്. അത്രമാത്രം സോഷ്യൽ അവയർനെസ്സിൻ്റെ തലത്തിലുള്ള വിഷയങ്ങൾ പബ്ലിക്കിലേക്ക് കൊണ്ടെത്തിക്കാൻ അത്രമാത്രം ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ സാറ് കേരളത്തിലും അതുപോലെ കേരളത്തിന് വെളിയിലുമുള്ള പല യൂണിവേഴ്സിറ്റി കോളേജുകളിലൊക്കെ ഇൻ്റർനാഷണൽസ് അതുപോലെ തന്നെ നാഷണൽ സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ശരിയാണെങ്കിൽ അടുത്ത ആഴ്ചയും ഈ വരുന്ന ആഴ്ചയിലും സാറിനൊരു ഇൻ്റർനാഷണൽ സെമിനാർ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ സമൂഹത്തിലെ പ്രത്യേകിച്ച് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും അതുപോലെ റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഒത്തിരി പ്രയോജനകരമാകുന്ന രീതിയിൽ ഇങ്ങനത്തെ സെമിനാറുകളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നു. എപ്പോഴും തിരക്കാണ്. ക്ലിനിക്കിൽ പോകുന്നു. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ മുതൽ കണ്ണൂർ വരെയുള്ള പല ക്ലിനിക്കുകളും സാറ് ഓരോ ദിവസവും മാറി മാറി പോകാറുണ്ട്. സോ തീർച്ചയായിട്ടും ജയൻ നമ്പൂതിരി സാറിൻ്റെ അറിവുകൾ നമുക്ക് എപ്പോഴും പ്രയോജനകരമാണ്. നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ജയൻ സാറിനെയും. ജയൻ സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ്. കുറേ ദിവസമായി ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട്, അല്ലെങ്കിൽ പണ്ടൊക്കെ സ്ഥിരം ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്താറില്ല. അങ്ങനൊരു ഇഷ്യൂ വന്നപ്പോഴാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാറെ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു കാണാറില്ല പറഞ്ഞപ്പോൾ എന്നാൽ ഇങ്ങനെ ഒന്ന് കാണാമെന്ന് കൂടി ഒന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. നമ്മുടെ ജീവിതം ചാരമായി പോയിക്കൊണ്ടിരുന്ന അവസ്ഥയാണ്. കാരണം സ്മോക്കിംഗ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ വലിയ പുതുമയൊന്നും തോന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് ദൈ സെൽഫ് ടു ആഷ് എന്ന വേർഡ് ഉപയോഗിക്കാൻ കാരണം. ഇപ്പോൾ എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ച് നമ്മുടെ ഫാമിലീസിൽ സ്മോക്കിംഗ് ഡ്രിങ്ക്സ് അഡിക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസായ കാരണം എന്താ പറയാൻ പറ്റും? സ്മോക്കിങ്, അതുപോലെ ആൽക്കഹോൾ, അതുപോലെയുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് അഡിക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിന് വരുന്നൊരു ബേസായ റീസൺ ബിഹേവിയർ പ്രോബ്ലം. ആ ബിഹേവിയർ പ്രോബ്ലം കൂടുതൽ അവിടെ വരുന്നത് അവിടെ ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ചൈൽഡ്ഹുഡ് ഇമോഷൻസ്. അത് ചൈൽഡ്ഹുഡ് വരാം. അതുപോലെ ഇപ്പോ കപ്പിൾസ് ആണെങ്കിൽ അവർ തമ്മിലുള്ള ഇമോഷണൽ ഡിസ്റ്റർബൻസ് വരാം. ഇതെല്ലാം അതിലേക്ക് എത്തിക്കണം. പിന്നെ ചില ആൾക്കാർ പറയാണ്ട്, ഇപ്പോ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർക്ക് ഫീഡിങ് കൃത്യമായിട്ട് കിട്ടാതെ വന്നു, ഫീഡിങ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഉറപ്പ് ചിലവർ അതിന് പറയാം കുട്ടികളാണെങ്കിൽ കൈ കുടിക്കുന്ന സ്വഭാവം ഉണ്ടാവാറുണ്ട്. ആ കൈ കുടിക്കുന്ന സ്വഭാവം നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ സ്മോക്കിംഗ് അഡിക്ഷൻ, ഏത് അഡിക്ഷൻ വേണമെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ മാറ്റാൻ സാധിക്കുന്നതാണ്. ഞാൻ സാധാരണ അതുകൊണ്ട് പറയണത്, ഞാൻ അതിൽ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ബിഹേവിയർ തെറാപ്പിയിലാണ് പ്രാക്ടീസ് ചെയ്യണത്. സാധാരണ ഞാൻ ബിഹേവിയർ തെറാപ്പി എന്നതിന് പകരം ബിഹേവിയർ ടെക്നോളജി എന്നാണ് പറയാറ്. തെറാപ്പി എന്ന വാക്ക് യൂസ് ചെയ്യുമ്പോൾ അതൊരു ഡിസോർഡർ അല്ലെങ്കിൽ ഡിസീസിനെയാണ് സൂചിപ്പിക്കണേ. ടെക്നോളജി എന്ന വാക്ക് യൂസ് ചെയ്യുമ്പോൾ പുതിയ ഇന്നോവേഷൻ ആണ്. നമ്മളിപ്പോ ആരും നമ്മുടെ പണ്ടത്തെ നോക്കിയ ഫോൺ കിട്ടിയാൽ നിങ്ങൾ സാറ്റിസ്ഫൈ ആവും. നമ്മുടെ പണ്ടത്തെ കീപാഡ് ഫോൺ നമുക്കതിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെല്ലാവരും 5G
എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ 60 വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ആ വ്യക്തിയുടെ പ്രോബ്ലത്തെ സൊല്യൂഷൻ കൊടുക്കാമെന്നാണ് ബിഹേവിയർ തെറാപ്പിയിലൂടെ അപ്ലൈ ചെയ്യണത്. അത് ഏത് അഡിക്ഷനാണ് ശരി. ഇപ്പോൾ ക്ലിനിക്കിൽ വരുന്ന കേസ് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കേസ് ബെഡ് വെറ്റിംഗ്, തംസക്കിങ് ആണ്. അതുമുതൽ ഫാമിലി ലൈഫിലുള്ള എല്ലാ ഇഷ്യൂസും വരുന്നുണ്ട്, എല്ലാ ടൈപ്പ് അഡിക്ഷൻസ് വരാറുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡ് ആ വ്യക്തി കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു 21 ദിവസം കൊണ്ട് നമുക്ക് അവരുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ടാക്കാം. അവരുടെ ചുറ്റുപാടും കൂടി ഒന്ന് അവരുടെ ബാക്കിയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എല്ലാം അനുസരിച്ചാണ് വരുന്നത്. ഈ തെറാപ്പികളുടെ പ്രത്യേകത എന്താ? നമ്മൾ ഒരു തെറാപ്പി അപ്ലൈ ചെയ്യുമ്പോൾ അത് 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരേ സമയത്ത് അത് ബ്രെയിനിൽ രജിസ്റ്റർ ആവും. ആ ചെയ്യുന്നത് 21 ദിവസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റ് ഫോർമേഷൻ ആവും. അപ്പൊ ആദ്യത്തെ 21 ദിവസം യാതൊരു കാരണവശാലും ബ്രേക്ക് ആവാൻ പാടില്ല. പരമാവധി ഒരേ സമയത്ത് തന്നെ ദിവസം 2 നേരം ചെയ്യണം. ഇപ്പൊ ചില ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് രാവിലെ ചെയ്യുന്ന സമയം ചിലപ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല വരാം. കാരണം ഇപ്പൊ രാവിലെ കറക്റ്റ് സമയം വന്നു. അതുപോലെ രാവിലെ ചെയ്യാൻ പറ്റിയ വൈകിട്ട് പറ്റിയില്ലെങ്കിൽ അപ്പോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ അത് ബ്രേക്ക് ആവാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നാണ്. ഇപ്പൊ സ്മോക്കിംഗ് ത്രില്ലാണ്, പക്ഷെ അത് കില്ലുകയും ചെയ്യും. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു ടാഗ് ലൈനാണ് മാതാപിതാ ഗുരുദേവം. ഇപ്പോ അതൊക്കെ ഒന്ന് മാറ്റം വന്നിട്ട് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന ഗൂഗിളിനായി തുടങ്ങി. തന്നെ ഇന്നത്തെ ഈ എന്നെ സഹായിച്ചത് ഗൂഗിളാണ്, കൂട്ടത്തിൽ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ്. എന്താണ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞത്? Smoking is when you inhale and exhale smoke from burning plant material is rolled into a wrapper. ഒരു ബേണിംഗ് പ്ലാന്റ് മെറ്റീരിയലിനെ ഇൻഹെയിൽ ചെയ്യും, എക്സൈൽ ചെയ്യണം, അത് ഒരു പേപ്പർ കൊണ്ട് കവർ ചെയ്തിരിക്കും. ഒരു സിഗരറ്റ്. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടൊരു ഡെഫിനേഷൻ ആയിട്ട് ഗൂഗിൾ എന്നോട് പറഞ്ഞു തന്നത്. ഇനി ആ സ്മോക്കിങ്ങിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത സ്ട്രെസ്ഫുൾ ഹാബിറ്റ്, മൈൻഡ് altering addiction, orderless and offensive, kills and destroys health, insidious and invasive, nicotine-induced dependence, gripping and hard to quit. ഇതാണ് സ്മോക്കിംഗ് എന്ന വാക്കിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഫോർമാറ്റ്. നമ്മൾ കുട്ടിക്കാലത്ത് ഇപ്പൊ പാരന്റ്സ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ, അതായത് കുട്ടിക്കാലത്ത് നമ്മുടെ ഫ്രണ്ട്സ് അല്ല, ആ വീട്ടിലെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ ഫ്രണ്ട്സൊക്കെ സ്മോക്ക് ചെയ്യണ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ തീപ്പെട്ടിക്കോലോ എന്തെങ്കിലും വടിക്കഷ്ണം ഉപയോഗിച്ചിട്ട് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പാരന്റ്സിന്റെ തല്ല് കൊള്ളാറും. അല്ലെങ്കിൽ പാരന്റ്സ് യൂസ് ചെയ്ത സിഗരറ്റ് കുറ്റികൾ നമ്മൾ മുറ്റത്ത് മണ്ണിന്ന് പറക്കിയെടുത്തിട്ട് അവർ ചെയ്യുന്ന പോലെ ഒന്ന് ആക്ട് ചെയ്യാറ്. കാരണം പാരന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോൾ മോഡലാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അവര് ഫോളോ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് ഇതിനോട് ക്യൂരിയോസിറ്റി വന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ രണ്ടാമത് ഒന്നും കൂടിയും ഏജ് ആയിക്കഴിഞ്ഞാൽ, അതായത് സ്കൂൾ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് പ്രഷർ വരുമ്പോൾ ഈ പിയർ ഗ്രൂപ്പില് ആരെങ്കിലും സ്മോക്ക് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മളൊന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ അവിടെ ചില ആൾക്കാർ ഉപയോഗിക്കുന്നത്, നീ ആണാണെങ്കിൽ സ്മോക്ക് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ലേഡീസ് ഒക്കെ വലിക്കുന്നുണ്ട്, നീ പെണ്ണാണെങ്കിൽ സ്മോക്ക് ചെയ്തിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സെൽഫ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ വരികയും ഞാൻ വലിച്ചില്ലെങ്കിൽ അവർ പറഞ്ഞാവില്ല. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട്
അവരോട് നോ പറയാൻ സാധിക്കാത്തതുകൊണ്ട് അവർ വലിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പിയർ ഗ്രൂപ്പ് പ്രഷറും ഇതിന് ഒരു ബാധകമാണ്. ഇതിൽ നിക്കോട്ടിൻ റിലീസ് ഡോപാമൈൻ, അതൊരു നല്ലൊരു ഹോർമോണാണ്. ചില വ്യക്തികള് സ്മോക്കിംഗ് നിർത്തലാക്കാൻ വേണ്ടി നിക്കോട്ടിൻ കഴിച്ച് അവസാനം നിക്കോട്ടിൻ അഡിക്ഷൻ വരാറുണ്ട്. ബ്രെയിനിന്റെ റിവാർഡ് സെന്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും, ഡിപ്പെൻഡൻസി വരും ഫിസിക്കലായിട്ട്. ഇനി ഇതിനെ നിർത്തിക്കഴിഞ്ഞാലോ ഇറിറ്റബിലിറ്റി വരാം, ആങ്സൈറ്റി വരാം, ഡിപ്രഷൻ വരാം, ഇൻസോംനിയ, ഉറക്കമില്ലാത്ത അവസ്ഥ വരാം. ഇതെല്ലാം ഇതിലൂടെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഒരു സെക്കൻഡ്. ഇതെല്ലാം പെട്ടെന്ന് നിർത്തുമ്പോൾ വിഡ്രോൾ സിംറ്റംസ് ആയിട്ട് സംഭവിക്കാം. അങ്ങനെ വന്നപ്പോ ഒരു ക്ലാസ്സിലെ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, നമ്മുടെ നാട്ടില് സന്തോഷവും സമാധാനവും കൊണ്ടുവന്ന 2 രാജാക്കന്മാരാരുണ്ടെന്നാ ചോദിച്ചത്. ഫണ്ണി ആയിട്ടാ ചോദിച്ചത്. നമ്മുടെ സമൂഹത്തില് എല്ലാവർക്കും ആവശ്യം സന്തോഷവും സമാധാനമാണ്. അപ്പൊ സന്തോഷവും സമാധാനം കൊണ്ടുവന്ന 2 രാജാക്കന്മാരാരാ ചോദിച്ചു. ആരായിരിക്കും ആ രാജാക്കന്മാര്? കുട്ടി പറഞ്ഞ മറുപടി മദ്യം പുകയായിരിക്കും. മദ്യം പുക. അത് അവിടെ ഒരു രാജാവ് വന്നേ. മദ്യത്തിൽ എവിടെ രാജാവ് വന്ന? മദ്യരാജാവ് ഒന്നല്ലേ. ഒന്നും കൂടി ക്ലാരിറ്റി വരുത്തിയാലോ? സീസർ. സീസർ? സീസർ ഒന്നുമില്ല ഇവിടെ. ഒന്നുകൂടി ആലോചിക്കൂ, കുറച്ച് ക്രിയേറ്റിവിറ്റി ആണിത്. നമ്മുടെ ബ്രെയിനിന്റെ റൈറ്റ് ഹെമിസ്ഫിയറിൽ നിന്ന് വർക്ക് ചെയ്യിച്ചാൽ മതി. ബ്രെയിനിന്റെ റൈറ്റ് ഹെമിസ്ഫിയർ വർക്ക് ചെയ്താൽ അത് കറക്റ്റ് വേർഡ് വരും. ഇനി ആരെങ്കിലും ഉണ്ടോ? ഗോൾഡ് കിങ് ആൻഡ് കിങ് ഫിഷർ. പോരാ. മനസ്സിലായി. പോരാ. അവര് മറ്റാരല്ല, സ്മോക്കിംഗ് ഡ്രിങ്കിങ് ആണ്. 2 രാജാവുണ്ട്. മദ്യം പുക എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊന്നുകൂടി കറക്റ്റ് ചെയ്യാൻ പറഞ്ഞ. മദ്യത്തിൽ എവിടെ രാജാവ് ചോദിച്ചത്? രാജാവിന്റെ പേര് പറയണം. മനസ്സിലായി. സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ആണ് ആ 2 മഹത്തായ രാജാക്കന്മാർ. ഇനി നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തില് ഒരുപാട് പർപ്പസ് ഉണ്ട്. അതുപോലെ ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് വേറെയാണ്. 2 തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് പറയാൻ പറ്റുമോ? ആ പർപ്പസ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അഡിക്ഷൻ വരുന്നത്. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ്? ജീവിതത്തിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക എന്നാണ്. ഹെൽപ്പ് ടു അതേഴ്സ് എന്നാണ്. എങ്ങനെ സഹായിക്കാം? ചാരിറ്റി. നമുക്കൊരു ചാരിറ്റി ചെയ്താൽ മതി, സഹായമാണ്. ആ ചാരിറ്റിയില് നമ്പർ 1 ബ്ലഡ് ഡൊണേഷൻ ആണ്. അത് കഴിഞ്ഞ ഫെബ്രുവരിയില് മറ്റേ ബറോഡയിലെ MS യൂണിവേഴ്സിറ്റിയില് അപ്ലൈങ് സൈക്കോളജി ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചൊരു 2 ദിവസത്തെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അവരെന്നെ സ്പീക്കറായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം അവരുടെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ബ്ലഡ് ഡൊണേഷൻ ആണ് നമ്പർ 1 ചാരിറ്റി എന്ന് പറഞ്ഞപ്പോ മഹാരാഷ്ട്രയിലുള്ള ഒരു ഡോക്ടർ അവരുടെ ഹോസ്പിറ്റലില് എല്ലാ 3 മാസം കൂടുമ്പോൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വെക്കാൻ തുടങ്ങി. അങ്ങനെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് 101 എത്തിയപ്പോ എന്നെ വിളിച്ചു. നിങ്ങൾ അന്ന് പറഞ്ഞ ആ ടെക്നിക്ക് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇന്ന് 101ാമത്തെ ഡൊണേറ്ററെ കിട്ടി പറഞ്ഞിട്ട്. ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു അപ്രീസിയേഷൻ ആയിരുന്നു. ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു, ആ ടെക്നിക്ക് അവർ അപ്ലൈ ചെയ്തു, റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ബ്ലഡ് ഡൊണേഷൻ പറയുമ്പോൾ അൺനോൺ പേഴ്സണ് കൊടുക്കും. നമുക്ക് ആ പരിചയമുള്ള ആൾക്ക് കൊടുക്കാൻ പാടില്ല. നമ്മളൊരു വ്യക്തിയുടെ ലൈഫ് സേവ് ചെയ്യാണ്. സെക്കൻഡ് വരുന്നത് ഫുഡാണ്.
സോറി, ബോഡി ഓർഗൻസ് ആണ്. അത് കണ്ടീഷൻ അപ്ലൈ ആണ്. തേർഡ് എന്ന് പറഞ്ഞ ഫുഡാണ്. ഫോർത്ത് എന്ന് പറഞ്ഞ സ്മൈലാണ്. ഫിഫ്ത്ത് പൊസിഷനാണ് ഫിനാൻസ്. പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ലീവ് ലൈഫ് വിത്ത് ഹാപ്പി ആൻഡ് പ്ലഷർ എന്നാണ്. സുഖിച്ച് ജീവിക്കാന്നാണ്. അവിടെ സുഖിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡോപ്പാമൈൻ സപ്ലൈ ഉണ്ടാവും. അങ്ങനെ ഡോപ്പാമൈൻ സപ്ലൈ ഉണ്ടാവുമ്പോൾ നമ്മുടെ തലച്ചോറില് ന്യൂക്ലിയസ് അക്യുമെന്റ്സ് എന്ന ഭാഗമുണ്ട്. അത് പ്ലഷർ സെന്റർ ആണ്. ഇത് നല്ലോണം ആക്റ്റീവ് ആവും. അങ്ങനെ ആ പ്ലഷർ സെന്റർ നല്ലോണം ആക്റ്റീവ് ആവുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ അഡിക്ഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ലിംബിക് സിസ്റ്റത്തിലാണ് ഇതിരിക്കുന്നത്. അമിഗ്ഡല പറഞ്ഞ നമ്മുടെ ഇമോഷൻ സെന്റർ ആണ്. അപ്പോൾ ആ ന്യൂക്ലിയസ് അക്യുമെന്റ്സും ഡോപ്പാമിന്റെയും പ്രവർത്തനം കൂടുന്നു. ആ വ്യക്തി ആ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ തുടങ്ങി. നോർമലി പെട്ടെന്ന് പറയുകയാണെങ്കിൽ 3 ഏരിയ പറയുന്നത്, ഒന്ന് ഡ്രഗ്സ് ആണ്, ഒന്ന് സെക്സ് ആണ്, ഒന്ന് ഗാംബ്ലിംഗ് ആണ്. കാരണം ഇന്ന് ഷീട്ട് കളിക്കാൻ പോയി 100 രൂപ വെച്ചു 1000 രൂപ ലാഭം കിട്ടി. ആ ലാഭം കിട്ടിയപ്പോൾ സന്തോഷം വന്നു. നാളെ 1000 രൂപ വെച്ച് കളിച്ചു, കടം പറയേണ്ടി വന്നു. അപ്പോ സന്തോഷം മാറി ദുഃഖമായി. വീണ്ടും അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി കളിക്കാൻ തുടങ്ങി. അങ്ങനെ അതിൽ അഡിക്റ്റഡായി. ഇങ്ങനെ അഡിക്ഷൻ വരുന്ന എന്ത് സബ്ജക്റ്റിന്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലഷറാണ്. ആ പ്ലഷറിനെ പെയിനായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡിക്ഷനെ നമുക്ക് പരിപൂർണമായിട്ട് ഒഴിവാക്കാം. അതിനാണ് ബിഹേവിയർ തെറാപ്പി അപ്ലൈ ചെയ്യുന്നത്. ബ്രീഫ് ബിഹേവിയർ ടെക്നോളജി. അതിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും. Powerful desire for drugs or addictive activities. When the brain's reward center is activated, it releases dopamine. Dopamine creates a pleasing, enjoyable sensation. Thus, we are likely to repeat this behavior. ഈ അഡിക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള കാരണം, ആ ആക്ടിവിറ്റി ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല എൻജോയബിൾ സെൻസേഷൻ ഫീൽ ചെയ്യണത്. അത് നമുക്ക് ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുവാനുള്ള പ്രവണത ഉണ്ടാക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. നമ്മളിപ്പോ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ കാല് ഇളക്കിക്കൊണ്ടിരിക്കാറുണ്ട്. ആ കാലിളക്കുന്നതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഞാൻ എനിക്ക് ആങ്സൈറ്റിയാണ്. എന്റെ ശരീരം എവിടെയാണ്, മനസ്സ് എവിടെയില്ല. അപ്പൊ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുന്ന ഇൻവളണ്ടറി ആക്ഷൻ ആയിട്ടാണ് നമ്മൾ കാലാട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കവിടെ പ്ലഷറാണ് ഉണ്ടാവുന്നത്. ആ പ്ലഷറിനെ വളണ്ടറി ആക്ടിവിറ്റിയോടുകൂടി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെയിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പെയിനായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അഡിക്ഷൻ മാറി. പ്ലഷറിനെ പെയിനായി കൺവേർട്ട് ചെയ്ത ഏത് അഡിക്ഷൻ വേണമെങ്കിൽ മാറ്റാൻ സാധിക്കും. ഇനി ഇതിന്റെ കോൺസിക്വൻസ് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. പക്ഷെ നമ്മളെയൊക്കെ കൂടുതൽ അവർക്കറിയാം. പക്ഷെ അവർ എന്നാലും ഇതിലൂടെ ഒന്ന് ഫിനാൻഷ്യൽ ബർഡൻ, സിഗരറ്റിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോസ്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി, നമ്മുടെ പ്രൊഡക്റ്റ് കുറയും. ഹെൽത്ത് കെയർ കോസ്റ്റ്, കാരണം ഹോസ്പിറ്റൽ പോകേണ്ടി വന്ന റേറ്റ് കൂടി. സോഷ്യൽ കോൺസിക്വൻസ്, നമുക്ക് പബ്ലിക്കായിട്ട് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചാൽ ഫൈൻ അടക്കേണ്ടി വരും. അതുപോലെ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് കൊണ്ട് വരുന്നത്, ഇത് നമ്മുടെ റിലേഷൻഷിപ്പിനെ പ്രശ്നം ഉണ്ടാക്കും. സോഷ്യലൈസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവരെല്ലാവരും നമ്മളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ സ്മോക്ക് ചെയ്യണം. എൻവിറോൺമെന്റ്, സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്, എയർ പൊല്യൂഷൻ, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് വരുന്നത്. ഇത് എങ്ങനെ ഇതിന്റെ താല്പര്യത്തെ കുറയ്ക്കാമെന്നാണ്. ഒന്നാമത്തെ സാധനം ഒന്ന് ഡിലേ ചെയ്യുക. ഇപ്പൊ സിഗരറ്റ് വലിക്കണം തോന്നി, സിഗരറ്റ് കയ്യിലെടുക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക, പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, എന്നിട്ട് പറ്റിക്ക് അവിടുന്ന് മാറിപ്പോ. ഡിലേ. അത് സിഗരറ്റുമായി ഡിസ്ട്രാക്ഷൻ വരുന്ന സംഭവങ്ങളൊന്നും ഒഴിവാക്കുക. നല്ലോണം ബ്രീത്തിങ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇൻഹേൽ ത്രൂ നോസ്, എക്സേൽ ത്രൂ മൗത്ത്. അങ്ങനെ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജന്റെ സപ്ലൈ കൂടും. ഓക്സിജൻ മാക്സിമം ശരീരത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി ആങ്സൈറ്റി റിലീസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ ബോഡി ഫുള്ളി റിലാക്സ്ഡ് ആയിരിക്കും. നല്ലോണം വെള്ളം കുടിക്കുക. അതുപോലെ ആ സിഗരറ്റ് വലിക്കാൻ വരുന്ന സാഹചര്യങ്ങൾ, അതായത് എന്താണോ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണേ, ആ ഡിസ്റ്റർബൻസുമായുള്ള അതൊന്ന് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ നോക്കുക.
എന്താണ് എനിക്ക് സിഗരറ്റ് വലിക്കാനുള്ള ട്രിഗർ വരണം കണ്ടെത്തുക. നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യം വരികയാണെങ്കിൽ അവരെ ഡയറക്റ്റ് നല്ല സ്ഥലത്തേക്ക് അയക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ കൃത്യമായ ഗോളുകൾ സെറ്റ് ചെയ്യാൻ നോക്കുക. അവരുടെ ലൈഫിലുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ നമ്മൾ എൻജോയ് സെലിബ്രേറ്റ് ചെയ്യുക. അതുപോലെ അവരെ റിവാർഡ് ചെയ്യുക. ഞാൻ ഇന്ന് 10 സിഗരറ്റ് വലിച്ചിരുന്നു, അത് സാവധാനത്തിൽ 9 സിഗരറ്റ്. അപ്പൊ സെൽഫ് റിവാർഡ് ചെയ്യുക, വെരി ഗുഡ് എന്ന് ഞാൻ 1 സിഗരറ്റ് കുറച്ചു. അങ്ങനെ സെൽഫ് മോട്ടിവേഷൻ സെൽഫ് റിവാർഡും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. ഇതിന്റെ ഇഷ്യൂസ് സ്ട്രോക്ക് ഉണ്ടാവാം, ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം, ലങ്സ് ക്യാൻസർ ഉണ്ടാവാം, ത്രോട്ട് ക്യാൻസർ ഉണ്ടാവാം, ബ്ലാഡർ ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, എന്തും സംഭവിക്കാം. ഇനി ഇത് വലിക്കാത്ത ആൾക്കാർക്കും സംഭവിച്ചേക്കാം. ഇപ്പൊ എനിക്കറിയുന്ന വ്യക്തിയുണ്ട്, അവരുടെ ലങ്സിന് കുറച്ച് ഡിസ്റ്റർബൻസ് വന്നു. ഇപ്പൊ ഡോക്ടറുടെ അടുത്ത് ഞാനും പോയിരുന്നു. ഡോക്ടർ ചോദിച്ചത് ഇയാൾ ഭയങ്കര സ്മോക്കറാണോ ചോദിച്ചു. സ്മോക്ക് ചെയ്യാറില്ല, പക്ഷെ ആ ചുറ്റുപാടിന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരേണ്ടി വന്നു. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ അഫക്ട് ചെയ്യണതാണ്. റീസൺസ്: യങ് പീപ്പിൾസ് ആർ അട്രാക്റ്റഡ് ടു ഇമേജ്. ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളുടെ റൂം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോ ഫിലിം സ്റ്റാർസിന്റെ പോസ്റ്ററുകൾ കാണാം, സ്പോർട്സ് സ്റ്റാർസിന്റെ പോസ്റ്റർ കാണാം, അല്ലെങ്കിൽ വണ്ടികളുടെ പോസ്റ്ററുകൾ കാണാം. അപ്പൊ ഈ ചൈൽഡ്ഹുഡിൽ നിന്ന് അഡോളസൻസിലേക്ക് ട്രാൻസ്ഫർ വരുമ്പോ, ആ ടീനേജിലേക്ക് വരുമ്പോ അവർക്ക് സെൽഫ് ഐഡന്റിറ്റി ഹു ആം ഐ എന്ന ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരുമ്പോ അവർ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യുന്നു. അപ്പൊ ചില ആൾക്കാർ സിഗരറ്റ് വലിക്കുന്ന സ്റ്റൈല്, അവർ പിടിക്കുന്ന രീതി, അല്ലെ ആ പിടിച്ചിട്ട് അതിന്റെ ചാരം തട്ടിക്കളയുന്ന രീതി, ഇതൊക്കെ ചിലവർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്താലോ? ആ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും അത് അപ്രീഷിയേറ്റ് ചെയ്യാം, നന്നായി നീ അവനെ ചെയ്ത പോലെ ആയിട്ടുണ്ട്, അവര് കണ്ട മോഡൽ ചെയ്ത പോലെ. അപ്പൊ അതിനോട് പിന്നാലെ പോയി അവരുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ സ്മോക്കേഴ്സ് ആവുക, അതുപോലെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ആവുക. ഇപ്പൊ ഒരു മരണ വീട് വന്നാലും അവിടെ കുപ്പി ഉണ്ടാവും. ഇപ്പോഴത്തെ കൾച്ചർ അതാണ്. നമുക്ക് കരച്ചിലൊക്കെ വേറെയാണ്, വൈകുന്നേരം ആയ കുപ്പി ഉണ്ടാവണം. ഇപ്പൊ ഇന്ന് എൻ്റെ അടുത്ത് ക്ലയന്റ് വന്നിട്ട്, ക്ലയന്റിന് 67 വയസ്സ്, വൈഫിന് 55 വയസ്സ്. ഇയാൾ പറഞ്ഞ കംപ്ലൈന്റ് എന്താ വെച്ചാൽ വൈഫ് എപ്പോഴും എന്നെ കമ്പയർ ചെയ്യും. ഇയാൾക്ക് മദ്യം കഴിക്കുന്ന സ്വഭാവം ഉണ്ട്. ആ മദ്യം കഴിച്ച ഇയാൾക്ക് ഇയാളെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ വീട്ടിൽ ആകെ ഇഷ്യൂസ് ആണ്. ഈ ഞായറാഴ്ച തിങ്കളാഴ്ച ആൾക്കൊരു മാരേജ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ആ മാരേജ് അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ മദ്യം വിളമ്പും. എന്ത് ചെയ്യണം ചോദിച്ചു. നോ പറയാൻ പറഞ്ഞു. അയ്യോ, ഞാൻ നോ പറഞ്ഞാൽ മറ്റുള്ളവർ വിഷമിക്കില്ലെന്ന്. അപ്പൊ ഇവരെ സംബന്ധിച്ച് നോ പറയുവാനുള്ള കഴിവില്ല. ഞാൻ നോ പറഞ്ഞാൽ അവരെ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, എന്തും വിചാരിച്ചോട്ടെ പറഞ്ഞാൽ, അയ്യോ അത് അവർ സന്തോഷം കിട്ടാൻ വേണ്ടി എന്നെ വിളിക്കണേ. ഇയാൾ മദ്യം കഴിച്ചാൽ ഒരു 6 പെഗ് വരെ കഴിക്കും. കഴിച്ചാൽ പിന്നെ ആകെ ഇഷ്യൂ ഉണ്ടാവും. എന്താ വിളിച്ചു പറയാറില്ല, ആ കൊടുത്ത ആളെ വരെ ഇയാൾ തെറി വിളിക്കും. അപ്പൊ ഇങ്ങനെ സംബന്ധിച്ച് മറ്റുള്ളവരോട് നോ പറയാൻ പറ്റില്ല. അപ്പൊ ബി അസർട്ടീവ്. ഞാൻ ചെയ്യില്ല, ഞാൻ നിങ്ങളുടെ കൂടെ കമ്പനിക്ക് കൂടിയിരിക്കാം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിരുന്നാൽ മതി, പക്ഷെ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഗഡ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ സിഗരറ്റ്. ഹെൽത്ത് ഡിസീസ്, വേസ്റ്റ് മണി, വേസ്റ്റ് എനർജി. ഇപ്പോ നമ്മുടെ വീട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് സെർവ് ചെയ്യാണ്. ഇപ്പോ വീട്ടില് ഹസ്ബൻഡ്, മക്കള്, വൈഫ്, 4 പേര് വിചാരിക്കുക. അവര് ഹസ്ബൻഡും മക്കളും കൂടി പറയാണ്, നാളെ നമുക്ക് ഇന്ന ഫുഡ് ഉണ്ടാക്കണ്ടേ ചോദിക്കുകയാണ്. അപ്പൊ ആ 4 പേരും കൂടി ഡിസൈഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം അവർ ആഗ്രഹിച്ച പോലെ ആ ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി. ആ ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കാതിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ഇരുന്ന മേശയുടെ താഴെ ഒരു 4-5 ഡ്രോപ്പ് മണ്ണെണ്ണ പോയിണ്ട് വിചാരിക്കുക. എന്തായിരിക്കും അവസ്ഥ?
ഹസ്ബൻഡ് ആ ഏറ്റവും ടേസ്റ്റിയായ ഫുഡാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. അത് കഴിക്കാൻ വന്നിരുന്നപ്പോ ആ മേശയുടെ താഴെ 4-5 ഡ്രോപ്പ് മണ്ണെണ്ണ പോയിട്ടുണ്ട്. എന്തായിരിക്കും അവസ്ഥ? അറിയോ മേരി മാം? ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സ്മെല്ല്, മണ്ണെണ്ണയുടെ സ്മെല്ലാണ് വരുന്നത്, ഫുഡിന്റെ സ്മെല്ലല്ല വരുന്നത്. ഇപ്പൊ എന്താ അവര് ചെയ്യാം? അപ്പം ഇറിറ്റേറ്റഡ് ആവും മിക്കവാറും, സ്വാഭാവികമായും. ഇതാരാ അവിടെ കൊണ്ടുപോയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അതായിരിക്കും ഫസ്റ്റ് എക്സ്പ്രഷൻ. മാറിയിരിക്കും. ഉറപ്പാണ് അല്ലേ? ഇതല്ലേ ബെഡ്റൂമിൽ സംഭവിക്കണത്? ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഇതല്ലേ സംഭവിക്കുന്നത്? ഇപ്പൊ ഹസ്ബൻഡ് ആൽക്കഹോളോ സ്മോക്കിങ്ങോ ഇങ്ങനെ എന്തെങ്കിലും ഇതിൽ അഡിക്റ്റഡ് ആയി വന്നു കഴിഞ്ഞാൽ വൈഫിന്റെ അവസ്ഥ തന്നെയല്ലേ? അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അവരുടെ റിലേഷൻഷിപ്പ്. ആ എൻജോയ് ചെയ്യാൻ പറ്റാതെ അവര് പെയിനിലോട് കൂടിയാണ് ഇത് സഹകരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് വരുന്നത് എന്താ വെച്ചാൽ മിക്കവാറും ഈ ലേഡീസ് അനുഭവിക്കുന്നത് റേപ്പാണ് എന്നാണ്. റേപ്പ് എന്ന് പറഞ്ഞാൽ പെയിൻ എന്ന കൺസെപ്റ്റില് പുരുഷന്മാര് സ്ത്രീയെ മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. അവര് വരുന്നു, അവരുടെ കാര്യം നടത്തി പോകുന്നു. ഇപ്പൊ സ്മോക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും അതിന്റെ സ്മെല്ല് പുറത്തു പോവില്ല, അവിടെ നിലനിൽക്കും. പക്ഷെ അടക്കമുള്ള പുരുഷന്മാരുടെ ചിന്താഗതി എന്താ വെച്ചാൽ ഡ്രിങ്ക്സ് കഴിച്ച് അതിന്റെ മുകളിൽ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഈ സ്മെല്ല് പുറത്തു വരില്ല എന്നാണ്. പക്ഷെ അത് ആ വീട്ടിലെ സ്ത്രീകള് പെട്ടെന്ന് കണ്ടെത്തും. പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട എന്ന കണക്കില് അവരത് സഹിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും അവർക്ക് ആ നേരത്തെ ഇതിനോട് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. ഇതും ഭക്ഷണമായിട്ട് ഭയങ്കരമാണ്. കാരണം ഭക്ഷണം സന്തോഷമാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇത് കഴിക്കുമ്പോൾ സന്തോഷമാണ്. അതുകൊണ്ട് വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഒരു നേരമെങ്കിലും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സ്ട്രാ മാരിറ്റൽ ലൈഫിനെ കുറിച്ച് ക്ലാസ് എടുത്തു. അപ്പൊ എക്സ്ട്രാ മാരിറ്റൽ ലൈഫിന് പോണത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഒന്ന് റിലാക്സേഷൻ ആണ്. എന്റെ പാർട്ട്ണറിൽ നിന്ന് കിട്ടാത്ത അവിടെ കിട്ടുന്നുണ്ട്. രണ്ടാമത് പൈസ കിട്ടും. കാരണം ചില ആൾക്കാര് അവർക്ക് പെർഫോമൻസ് ഹാപ്പി ആയി കഴിഞ്ഞാൽ അവർ പൈസ കൊടുക്കും. ഇപ്പോ ഒരു തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ ലേഡീസ് നമ്മളെ പിടിച്ചുകൊണ്ട് വന്നു. ആ പെർഫോമൻസ് നമുക്ക് പൈസ തരുന്നു. സ്ഥലം ഏതാ അറിയില്ല, പേരറിയില്ല സ്ഥലത്തിന്റെ. അതുപോലെ നമ്മുടെ നോർത്ത് ഏരിയാസ്, അതായത് മണിപ്പൂര്, സിക്കിം, മേഘാലയ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അവിടെ തണുപ്പ് കൂടുതലാണ്. അപ്പൊ അവിടെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ കണ്ട അവർക്ക് ഭയങ്കര അട്രാക്ഷൻ ആണ്. ഇതും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ അവിടെ പോയിട്ടില്ല. അന്ന് സിക്കിമിലൊന്ന് പോകണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പരിസ്ഥിതി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, വേറെ ഉദ്ദേശമൊന്നുമില്ല. മൂന്നാമത് എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം സന്തോഷത്തോടെ കഴിക്കാൻ ഒരാൾ കിട്ടി. നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ആഗ്രഹിച്ചത് എന്തൊക്കെയാണോ എന്റെ പാർട്ട്നേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ്. അതുകൊണ്ടാണ് എക്സ്ട്രാ മാരിറ്റൽ ലൈഫ് കൊണ്ടുപോകുന്നത്. ഞാൻ എന്റെ പാർട്ട്ണറിന് കിട്ടാത്തത് അവിടെ കിട്ടാൻ തുടങ്ങി. അപ്പൊ ഈ അഡിക്ഷൻ ഇവർ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വീട്ടില് പെയിൻഫുൾ ആയ സിറ്റുവേഷൻ ആണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനുള്ള അഡിക്ഷന്റെ ചില കാരണത്തിൽ മിക്കവാറും ഇമോഷണൽ ഡിസ്റ്റർബൻസ് സംഭവിച്ചേക്കാം. ഇപ്പൊ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്മോക്കിംഗ് ലോഞ്ച് ഉണ്ട്. അവിടെ എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല, അത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും. പിന്നെ ആ തീവണ്ടി പറഞ്ഞ സിനിമ കണ്ടറിയാം, ടോവിനോ സിഗരറ്റ് വലിച്ചിട്ട് പുക വിടുന്ന രീതി, ചില ആൾക്കാർ പ്രത്യേക രീതിയിലൊക്കെ വിടും. അത് കാണുമ്പോൾ നമുക്ക് അതിനോട് ഭയങ്കര അട്രാക്ഷൻ വരും. എനിക്കതുപോലെ ചെയ്യണം. നമ്മൾ പണ്ട് ബബിൾ ഗം ചവച്ച് വീർപ്പിക്കാറുണ്ട്. കാണുമ്പോൾ നല്ല അട്രാക്ഷൻ ആണ്. നമ്മൾ പിന്നെ ട്രൈ ചെയ്ത് നമ്മൾ ആ ലെവലെത്തുന്നു. അതേപോലെ ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി ഇതിന്റെ അടുത്ത വശം എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് ടോയ്ലറ്റ് പണിയ സാധനം വേണമെന്നാണ്. ഇത് പുകഞ്ഞോണ്ടിരുന്നാൽ മാത്രമാണ് ഡൗൺലോഡിങ് നടക്കുള്ളൂ. അല്ലെങ്കിൽ നെറ്റുകളിൽ നിന്ന് കവർ ചെയ്യും, ഡൗൺലോഡിങ് നടക്കില്ല എന്നാണ്. ഇത് സൈക്കോസോമാറ്റിക് പ്രോബ്ലം ആണ്. ഇത് മാറ്റാൻ ഒരൊറ്റമൂലിയുണ്ട്. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കഷ്ണം പച്ച ബീട്രൂട്ട് തിന്നാൻ കൊടുക്കുക, അല്ലെങ്കിൽ ബീട്രൂട്ടിന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക.
ഈ പ്രോബ്ലം നമുക്ക് മാറ്റാൻ സാധിക്കും. കാരണം ഇവർ പോയേക്കാൻ നമുക്ക് ആ ബാത്റൂമിൽ പിന്നെ കയറാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ വല്ല പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പ് ഒരാൾ കയറി അവിടെ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവുന്നത്. അതേ ആ ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ അറിയും ആ ഇറിറ്റേഷൻ. ഇനി ഒരാൾ സ്മോക്ക് ചെയ്യുന്ന സമയത്തേക്ക് ഇൻഹേൽ ചെയ്യുന്നതിന്റെ ഇരട്ടിയാണ് എക്സേൽ ചെയ്യുമ്പോൾ വരുന്നത്. ആ ഇരട്ടി എക്സേൽ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് എഫക്ട് ചെയ്യും. ഒരു റിസർച്ചിൽ കണ്ടു, ഒരു സ്ഥലത്ത് അവിടെ സ്ത്രീകൾ ലങ്സ് ക്യാൻസർ ഒന്നും മരിക്കുന്നു. അവിടെ സ്റ്റഡി നടത്തിയപ്പോൾ കണ്ടത് അവരുടെ വീട്ടില് ചെയിൻ സ്മോക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇൻഹേൽ ചെയ്യുന്നതിന്റെ ഇരട്ടിയാണ് എക്സേൽ ചെയ്യുമ്പോൾ ഈ വിഷാംശം പുറത്തു വരുന്നത്. അതുകൊണ്ട് അത് അവരെ അഫക്റ്റ് ചെയ്യുന്നു. ഇതിനെന്ത് സൊല്യൂഷൻ കൊടുക്കാം? പ്രോബ്ലം ഉണ്ടെങ്കിൽ സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷൻ ഒന്നാണ് കറുത്ത കുരുമുളക് പ്രയോഗം. നമുക്ക് സിഗരറ്റ് വലിക്കണം അല്ലെങ്കിൽ സ്മോക്കിംഗ് ചെയ്യണം തോന്നുമ്പോൾ ബ്ലാക്ക് പേപ്പർ ചവച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ നല്ല സോഫ്റ്റും നല്ല ചൂടുള്ള ഇഡ്ഡലി തരികയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അതിന്റെ കൂടെ നല്ല ചൂടും നല്ല എരിവുമുള്ള സാമ്പാർ തരികയാണ്. എന്തായിരിക്കും അവസ്ഥ? എൻജോയ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് വെള്ളം കുടിക്കേണ്ട അവസ്ഥയാണ്. ആ വെള്ളം കുടിക്കുമ്പോൾ തിളച്ച വെള്ളം തന്നാലാ പിന്നെ ഒരു വാളിന്റെ കുറവുകൾ നമ്മൾ ഓടിക്കോടും. ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാവുന്നത്. ഇപ്പോ കോഴിക്കോട് നിന്ന് കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ നോട്ട് ചെയ്ത ഒരു സാധനമാണ്, നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് അവിടെയുണ്ട്. ആ ഇന്ത്യൻ കോഫി ഹൗസിൽ ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ അതായത് ഉച്ചയ്ക്ക് ഊണ് വരെ കൊടുക്കുന്ന വെള്ളവും ഊണിന്റെ സമയത്ത് കൊടുക്കുന്ന വെള്ളത്തിന് വ്യത്യാസമുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ കോഫി ഹൗസില് ഊണ് വരെ നമ്മൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളവും ഊണിന്റെ സമയത്ത് കൊടുക്കുന്ന വെള്ളം വ്യത്യാസമുണ്ട്. ബൈജു സാറെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരത്തെ ബൈജു സാർ ഉണ്ടായിരുന്നു. സാറുണ്ടോ? ആ ഊണ് കഴിക്കാൻ കൊടുക്കുന്ന വെള്ളം നല്ല ചൂടുണ്ടായിരിക്കും. ആ നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുടിച്ചു തീർക്കാൻ പറ്റില്ല. അവിടെ ആൾക്കാർ കുറവാണ്, സപ്ലൈസ് കുറവുണ്ട്. മറ്റുള്ള പോലെ സപ്ലൈസ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് സപ്ലൈ ചെയ്യേണ്ട ഡ്യൂറേഷൻ കൂടുതൽ കിട്ടും. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ കുടിച്ചു തരാൻ സമയം എടുക്കും. ഊണിന് മുമ്പാണെങ്കിലോ നോർമൽ വാട്ടർ കൊടുക്കും, തിരക്കില്ല. ആ തിരക്ക് കൊണ്ടിട്ട് അവർ ചെയ്യുന്നതാണ്. ഇനിയിപ്പോ ഈ ഏരിയയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഊണിന് മുമ്പ് വെള്ളം കുടിക്കുന്നത്, ഊണിന്റെ നേരത്തെ വെള്ളം കുടിക്കുന്നത്. ഇനി കളർ വ്യത്യാസമുണ്ട്. ആ സമയത്ത് ദാഹശമിനി മിക്സ് ചെയ്ത് തരുന്നുണ്ട്. ഒരു റെഡിഷ് കളർ ഉണ്ട്, മറ്റേത് വേറെ വൈറ്റ് കളറാണ്. തിളപ്പിച്ച വെള്ളം തരികയാണ്, തിളപ്പിച്ച് തണുത്ത വെള്ളം തരികയാണ്. മറ്റേത് തിളച്ച വെള്ളം തരികയാണ്. നമുക്ക് കുടിക്കാൻ പറ്റില്ല. നമ്മൾ കഴിക്കുന്നത് ഇപ്പൊ ചോറായാലും ശരി, അതിന് ഒപ്പം തന്നെ കറികളായാലും സ്പൈസി ആയിരിക്കും. സാമ്പാർ എരിവുണ്ട്. എരിവ് വരുമ്പോ കുടിക്കുമ്പോൾ തിളച്ച വെള്ളമാണ്, നല്ല സുഖമായിരിക്കും കുടിക്കുമ്പോൾ. ഇനി എന്താണ് ഈ ആയുർവേദ മറ്റേ ബ്ലാക്ക് പെപ്പർ? അക്കോർഡിംഗ് ടു ആയുർവേദ പ്രിൻസിപ്പിൾ, പെപ്പർ ഈസ് ഡ്രൈ, ഷാർപ്പ് ആൻഡ് പെനിട്രേറ്റിംഗ് ആൻഡ് ഓൾസോ ഹോട്ട്. നമ്മുടെ ശരീരം പെനിട്രേറ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഇതിന്റെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തെ മൂക്കോസൽ ലെയറിന് ഇത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും. ഇപ്പൊ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ കുരുമുളക് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ഗ്ലാസ് തിളച്ച വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ആദ്യം കുരുമുളക് ചവച്ച് തന്നെ എന്നിട്ടൊരു ഗ്ലാസ് തിളച്ച വെള്ളം കുടിക്കും. എന്താ ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആ ഇറിറ്റേഷൻ വരുമ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ സിഗരറ്റ് വലിക്കണമെന്ന ടെൻഡൻസി വരുമ്പോൾ കുരുമുളക് ചവച്ച് തിന്നാവും. അതുപോലെ നല്ലോണം വെജിറ്റബിൾ സാലഡ്സ് കഴിക്കുക, വിറ്റാമിൻ സി ജ്യൂസ് കുടിക്കുക. അതായത് ലെമൺ ജ്യൂസ്, മൊസാമ്പി, എക്സെട്ര എക്സെട്ര. ലെമൺ ജ്യൂസ് ആണ് നമുക്ക് ഒരു ചെറുനാരങ്ങ വാങ്ങാം,
മൊസാംബിക് കഴിഞ്ഞാൽ ഫുള്ളായി നമുക്ക് എടുത്ത് വെക്കേണ്ട അവസ്ഥ വരെയാണ്. അപ്പൊ ഒറ്റ ചെറുനാരങ്ങ വാങ്ങാം, ഷുഗർ കുറച്ചിരിക്കുക, അതുപോലെ തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കുക. വിറ്റാമിൻ സിയുടെ ഗുണം എന്താ വെച്ചാൽ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിത്തരും. അതുപോലെ എന്തെങ്കിലും ഇന്റേണൽ വൂൺസ് ഉണ്ടായാൽ അത് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നല്ലോണം വിറ്റാമിൻ സിയുടെ ജ്യൂസ് കുടിക്കുക, അതുപോലെ നല്ലോണം വെള്ളം കുടിക്കുകയും ചെയ്യുക. നമ്മുടെ കയ്യില് ഇപ്പൊ ഇങ്ങനെ സിഗരറ്റ് പിടിക്കുമ്പോൾ ഒരു ടെൻഡൻസി വരും. ഈ ടെൻഡൻസി മാറ്റാനായിട്ട് ഒരു പേനോ പെൻസിലോ നല്ലോണം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫിംഗേഴ്സിന്. നമ്മളെ സ്മോൾ സ്മൈലി ബോൾസ് കിട്ടും, അത് നല്ലോണം പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഉള്ളിലേക്ക് ഇതാക്കണം. എന്തായാലും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ വായിച്ചോണ്ട്, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ മേശമയോ അല്ലെങ്കിൽ വല്ല പാത്രം, ഈ പാത്രത്തിൽ താളം പിടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയിന്റെ വൈബ്രേഷൻ മാറ്റാൻ സാധിക്കും. ജമ്മു യൂണിവേഴ്സിറ്റിയില് 2015 ഇന്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു ഹെൽത്ത് സൈക്കോളജിയെ കുറിച്ചിട്ട്. അപ്പോൾ അവിടെ എനിക്ക് വിസിറ്റ് ചെയ്യാൻ അവസരം കിട്ടി. അവിടെ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയപ്പോൾ ഞാൻ അവരോട് ആവശ്യപ്പെട്ടത്, എനിക്കൊരു പേപ്പർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട, പേപ്പർ പ്രസന്റ് ചെയ്ത് പറഞ്ഞാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, എനിക്കൊരു ഇൻഫർമേഷൻ സൊസൈറ്റിക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊടുത്ത ഈ മെത്തേഡായിരുന്നു സ്മോക്കിംഗ് അഡിക്ഷൻ്റെ. അപ്പോൾ ഒരേ സമയം 8 പ്ലാറ്റ്ഫോമിലാണ് പ്രോഗ്രാം നടന്നത്. കാരണം പേപ്പർ പ്രസന്റേഷൻ ആണ് അവിടെ കൂടുതലുണ്ടായിരുന്നത്, കൂടുതലും തിയറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരായി എന്ന്. അപ്പോൾ തിരക്കില്ലാത്തൊരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ഡയറക്റ്റ് ചെയ്ത് ഇട്ടു. ഞാൻ അവിടെ പോയിട്ട് പേപ്പർ പ്രസന്റേഷൻ മീൻസ് PPT ഒന്നും സിമ്പിളായിട്ട് വെർബലായിട്ടാണ് പറഞ്ഞത്. ഞാൻ അതിന് തയ്യാറായിട്ട് പോയതായിരുന്നില്ല, ചാൻസ് കിട്ടുന്ന പോലും അറിയില്ല, അത് ഒരു ഗോൾഡൻ ചാൻസ് പോലെ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ മെത്തേഡ് പിന്നെ രണ്ടാം സ്ഥാനത്ത് 10 മിനിറ്റ് സമയം തരുള്ളൂ പേപ്പർ പ്രസന്റേഷൻ. ഈ 10 മിനിറ്റ് കൊണ്ട് ഇതിന്റെ കൺസെപ്റ്റ് അവരോട് പറഞ്ഞു കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞപ്പോ ഏകദേശം ഒരു 20-ൽ കൂടുതൽ എനിക്ക് കോളുകൾ കിട്ടി. ഈ മെത്തേഡ് അവര് പോയിട്ട് അവരുടെ ചുറ്റുപാടിൽ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കി പറഞ്ഞിട്ട്. അതാണ് എന്നെ സംബന്ധിച്ച ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. ആ ഒരു പേപ്പറിനേക്കാൾ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് അവര് അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ പോയി അപ്ലൈ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി. ആരെ പോലും അറിയില്ല, അവർ ക്ലാസ്സിൽ പങ്കെടുത്ത കുറച്ച് കുട്ടികളെന്ന് മാത്രമല്ലാതെ ഒരാളുടെ പേര് അറിയില്ല. അപ്പൊ അത്രയും ഇഫക്റ്റീവാണ് ഈ മെത്തേഡ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സാറ്റർഡേ മുതൽ ഒരു 15-ാം തീയതി മുതൽ 29-ാം തീയതി വരെ ഓൺലൈനിൽ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ തീം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഓഫ് ഇമോഷൻ എന്നാണ്. ഇതൊരു ബ്രോഡ് ഏരിയ ആണ്, വളരെ സിമ്പിൾ അല്ല. അപ്പൊ അതില് ഒരു 15 സ്പീക്കേഴ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്തേക്കണത്. എന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യണത് ഒന്ന് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിഹേവിയർ ടെക്നോളജി കോയമ്പത്തൂർ, EQ4 Peace വേൾഡ് വൈഡ് USA, CTRAD നേപ്പാൾ, യെല്ലോ കോൺ കൗൺസിൽ ആൻഡ് വെൽനസ് സെന്റർ മധുരൈ, ഗ്ലോബൽ ബ്രിഡ്ജ് കോളേജ് എത്യോപ്യ, സൗത്ത് ആഫ്രിക്ക. ഇവരാണ് എന്നോട് കൊളാബറേറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള ഓർഗനൈസേഷൻസ്. ഇതില് ആ ഇൻവൈറ്റഡ് സ്പീക്കേഴ്സ് 4 പേര് ഇന്റർനാഷണലും ബാക്കിയുള്ളത് ഇന്ത്യയിലത്തെ ഫേമസ് ആയ യൂണിവേഴ്സിറ്റിയിലെ എക്സ്പെർട്ടായ സ്പീക്കേഴ്സ് ആണ്. ഫസ്റ്റ് ഇനോഗ്രൽ കീനോട്ട് സ്പീക്കർ വരുന്നത് ഡോക്ടർ വേദഗിരി ഗണേശൻ സാറാണ്. സാറ് ഭാരതീയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരുന്നു, ഇപ്പൊ റിട്ടയർ ചെയ്തു. സാറാണ് എൻ്റെ ഗുരുവാണ്. ബിഹേവിയർ തെറാപ്പിയിൽ ലോകത്ത് സാറിനെ കഴിഞ്ഞിട്ട് വേറൊരു പേര് പറയാറുള്ളൂ. വേദഗിരി ഗണേശൻ ഈക്വൽ വേദഗിരി ഗണേശൻ തന്നെയാണ്, കാരണം വേറൊരു പേര് നമുക്ക് പറയാനില്ല. അന്ന് ഡോക്ടർ സന്താനകൃഷ്ണ സാറ് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സയന്റിഫിക് പേപ്പർ പ്രസന്റേഷൻ ആണ്. ഈ പേപ്പർ പ്രസന്റേഷൻ ഞാൻ സാധാരണ UG സ്റ്റുഡൻസിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക, കാരണം അവർക്ക് അതിന് അവസരം കിട്ടാറില്ല. അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു പാനൽ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. ഈ പാനൽ ബോർഡ് മെമ്പേഴ്സിന്റെ മാർക്ക് തരുന്ന അടിസ്ഥാനത്തിൽ ബെസ്റ്റ് പേപ്പർ അവാർഡ് കൊടുക്കാറുണ്ട്. അന്ന് വൈകിട്ട് സേലത്തെ പെരിയാർ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ കതിരവൻ സാറാണ് ക്ലാസ് എടുക്കുന്നത്. 17-ാം തീയതി ഡോക്ടർ ബാബ അംബേദ്കർ യൂണിവേഴ്സിറ്റി ഔറംഗാബാദിൽ നിന്ന് ഡോക്ടർ അപർണ,
18-ാം തീയതി ഡോക്ടർ സ്റ്റീഫൻ ഒലിവർ ഫ്രം USA. 19-ാം തീയതി ഡോക്ടർ സുരേഷ് കുമാർ ഫ്രം അമേരിക്കൻ കോളേജ്. 20-ാം തീയതി ഡോക്ടർ ഷാ അലാം ഫ്രം അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. 21-ാം തീയതി പ്രൊഫസർ സൃഷ്ടി ശ്രീവാസ്തവ്, നവയുഗ കന്യാ മഹിള വിദ്യാലയ ലക്നൗ. 21-ാം തീയതി 2 സെഷൻ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സെഷൻ ഡോക്ടർ റീത്ത കർമാക്കർ ഫ്രം അമിറ്റി യൂണിവേഴ്സിറ്റി കൊൽക്കത്ത. 22-ാം തീയതി ഡോക്ടർ മീര മേനൻ ഫ്രം ജെയിൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. 23-ാം തീയതി 2 സെഷൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ഡോക്ടർ അമീർ ഫ്രം കണ്ണൂർ. അന്ന് രണ്ടാമത്തെ സെഷൻ VIT യൂണിവേഴ്സിറ്റി ചെന്നൈ ക്യാമ്പസിൽ, കാരണം അവർക്ക് മറ്റു സ്ഥലങ്ങളിലും ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ ചെന്നൈ ക്യാമ്പസിൽ നിന്ന് ഡോക്ടർ ശുഭശ്രീ. 24-ാം തീയതി MS യൂണിവേഴ്സിറ്റി ബറോഡയിൽ നിന്ന് ഡോക്ടർ പരിമൾ. 25-ാം തീയതി അമിറ്റി യൂണിവേഴ്സിറ്റി നോയിഡയിൽ നിന്ന് ഡോക്ടർ രൂപാലി. 26-ാം തീയതി USA നിന്ന് പ്രൊഫസർ മാക്സ്. 27-ാം തീയതി ഹാൻഡിക്യൂ ഗേൾസ് കോളേജ് ഗുവാഹട്ടിയിൽ നിന്ന് ഡോക്ടർ സുരീത ഖന്ന. 28-ാം തീയതി ഡോക്ടർ രാധിക ഫ്രം UAE. 29-ാം തീയതി ലാസ്റ്റ് ഡേ ആണ്. അന്ന് ഡോക്ടർ പാണ്ഡിമണി ശിവം ഫ്രം ബ്രഹ്മകുമാരീസ് മൗണ്ട് അബു. ഇതാണ് വരുന്ന സ്പീക്കേഴ്സ്. അന്ന് തന്നെ ആ സാറിന്റെ സെഷന് ശേഷം വാലിഡേറ്ററി സെഷനും കൂടാതെ ഞായറാഴ്ച നടത്തിയ പേപ്പർ പ്രസന്റേഷന്റെ ബെസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന പേപ്പർ ഏതാന്നുള്ള അനൗൺസ്മെന്റും അന്ന് നടക്കും. ഇതിൽ ഏകദേശം 28ഓളം സബ് തീമുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സബ് തീമിൽ നിന്നും പുറമെ വരുന്ന പേപ്പറും ഞങ്ങൾ ആക്സെപ്റ്റ്, കാരണം അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ അവർക്കൊരു അവസരം കൊടുക്കുക എന്ന് മാത്രം ലക്ഷ്യം. സാബു സാറും ഒരു പേപ്പർ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു, ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ തീം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും വൈകിട്ട് 7:00-ക്കാണ് ക്ലാസ് വരുന്നത്. 60 to 90 മിനിറ്റ്സ് ആണ് ക്ലാസിന്റെ ഡ്യൂറേഷൻ വരുന്നത്. സാർ ഒരു വീഡിയോ കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ സർ. ഒരു മിനിറ്റ്. പുകവലി നിർത്തുന്നതെങ്ങനെ? പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്നും ക്യാൻസറിന് കാരണമായേക്കാമെന്നും എല്ലാവർക്കും അറിയാം. പുകവലി നിർത്താൻ ആഗ്രഹമില്ലെന്ന് ആരും പറയുകയുമില്ല. പക്ഷേ വളരെ കുറച്ചു പേർക്ക് പുകവലി നിർത്താനുള്ള കഴിവുണ്ടാവും. എങ്ങനെ പുകവലി നിർത്താനാകും? ഈ കാര്യങ്ങൾ ചെയ്യുക. നന്നായി തയ്യാറെടുക്കുക. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും താങ്കൾ പുകവലി നിർത്തി എന്ന് പറയുക. താമസ സ്ഥലത്തു നിന്നും ജോലി സ്ഥലത്തു നിന്നും എല്ലാ പുകയില ഉൽപ്പന്നങ്ങളും ഉപേക്ഷിക്കുക. പുകവലി നിർത്തുന്ന കാര്യം ഡോക്ടറോട് ചർച്ച ചെയ്യുക. ഭക്ഷണശേഷം സിഗരറ്റ് വലിക്കുന്ന ശീലമുണ്ടെങ്കിൽ പകരം സാലഡോ പഴങ്ങളോ ചോക്ലേറ്റോ കഴിക്കുക. സുഹൃത്തുക്കളുമൊത്ത് പുകവലിക്കുന്നയാളാണെങ്കിൽ ഇനി അതിഷ്ടമില്ലെന്ന് അവരോട് പറയുക. ചായയോടൊപ്പം പുകവലിക്കുന്ന ശീലമുണ്ടെങ്കിൽ പുകവലി നിരോധിച്ച സ്ഥലങ്ങളിൽ പോകുക. കൂടാതെ സിഗരറ്റിന് പകരം പലഹാരം എന്തെങ്കിലും കഴിക്കുക. പുകവലി നിർത്തുമ്പോൾ എന്തെല്ലാം സംഭവിക്കാം? കുറച്ച് ദിവസത്തേക്ക് ശക്തമായ തലവേദന അനുഭവപ്പെടാം. തല കറങ്ങുന്നത് പോലെ തോന്നാം. അസ്വസ്ഥത അനുഭവപ്പെടാം. ചിലപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തോന്നാം. ഇതെങ്ങനെ തരണം ചെയ്യാം? താങ്കൾ ഒരു പ്രമേഹ രോഗിയല്ലെങ്കിൽ ധാരാളം ജ്യൂസ് കഴിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുക. എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കുക. കൂടാതെ നടക്കാനും മറ്റും പോകുക. കൈകളുടെ ചലനത്വരതയെ തൃപ്തിപ്പെടുത്തുക. ഇതിനായി ബോളുകൾ, ക്ലിപ്പുകൾ, പെൻസിലുകൾ തുടങ്ങിയവ ഉപയോഗിക്കുക. മനസ്സിനെ ഉന്മേഷപൂർണ്ണമാക്കി നിർത്താൻ പുസ്തകങ്ങൾ വായിക്കുകയോ സംഗീതം, സിനിമ എന്നിവ ആസ്വദിക്കുകയോ ചെയ്യുക. സിഗരറ്റിന് പകരമായി മിന്റുകൾ, മിഠായികൾ, ക്യാരറ്റ് കഷ്ണങ്ങൾ, സെലറി കഷ്ണങ്ങൾ, ചൂയിംഗം എന്നിവ കരുതുക. ധാരാളം വെള്ളം കുടിച്ച് വിഷാംശങ്ങൾ ശരീരത്തിൽ നിന്നും പുറന്തള്ളുക. ഇത് പുകവലി നിർത്തിയതിന്റെ വിഷമതകളും മറ്റും വേഗം മാറാൻ സഹായിക്കും. അല്പ ദിവസങ്ങൾ കൊണ്ട് താങ്കളുടെ ശരീരം പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരും. ഓർമ്മിക്കുക, പുകവലി നിർത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ചെയ്യുന്ന യുദ്ധമാണ്. തോൽവി സംഭവിച്ചാൽ മറ്റാരെയും കുറ്റം പറയാൻ കഴിയില്ല. ആ വീഡിയോ ഇപ്പൊ പറഞ്ഞ ക്ലാസ് എല്ലാം കംപ്ലീറ്റ് ആയി എന്നറിയാം, അതുകൊണ്ടാണ് ലാസ്റ്റേക്ക് വെച്ചത്. ഓക്കെ സാറേ. സാറേ
സാറ് മ്യൂട്ടാണ്. ഓക്കെ, സോ താങ്ക് യു. തീർച്ചയായിട്ടും പുകവലി, നമുക്ക് പുകവലി അഡിക്ഷൻ എന്നൊക്കെ പറയുമ്പം അസാധാരണമായിട്ടുള്ള ഒരു ചിന്തകൾ അല്ലെങ്കിൽ ഒരു ഭീതി നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ പരിഹാരം എന്നോണം സാറ് അല്ലേ, നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്താതിരിക്കാൻ, ഒരു അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തി വീട്ടിലുണ്ടെങ്കിൽ ആ വീണ്ടും പൂർണ്ണമായിട്ടും ഈ പറയുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ആരാണ് സംസാരിക്കുന്നത്? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആദ്യം ചോദിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ. അതുപോലെ തന്നെ സാറ് പറഞ്ഞിരുന്നു ഒരു സെമിനാറിനെ കുറിച്ച് പറഞ്ഞു. ആർക്കെങ്കിലും സെമിനാർ അങ്ങനെ പേപ്പർ പ്രസൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഈ സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഏകദേശം എത്ര ടോപ്പിക്കാണ് സാറ്? 25 28 സബ് തീമുകളാണ് കാണിച്ചത്. അതിൽ 28ഓളം സബ് തീമുകളുണ്ട്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും വിഷയങ്ങളിൽ അതൊരു ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. യെസ്, ടോപ്പിക്സ് ഏതാ? ഞാൻ ടീച്ചർക്ക് അയച്ചിട്ടുണ്ടല്ലോ. കണ്ടില്ല നോക്കാം. ടീച്ചർക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, ആർക്ക് അങ്ങനെ ആ സൈക്കോളജി ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ PG ലെവലിലോ റിസർച്ച് ലെവലിലോ ചെയ്യുന്നവർക്ക് നമുക്കറിയാം, റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഈ പേപ്പറുകൾ എപ്പോഴും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്, കമ്പൽസറി ആണ്. പ്രത്യേകിച്ച് UGC സ്കീമിൻ്റെ PhD രജിസ്ട്രേഷൻ്റെ പാർട്ടൊക്കെ ആയിട്ട്, അതുപോലെ MPhil അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാം. ആർക്കെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. നല്ലൊരു സെഷൻ സാറേ. അപ്പൊ ഒരു അഡിക്ഷൻ മാറാനായിട്ട് എപ്പോഴും അതിന്റെ ഉള്ളിൽ നിന്നുള്ള തോട്ട് ഫോം മാറണം എന്നുള്ളതാണ്. കാരണം അല്ലാതെ അത് ബാഹ്യമായിട്ട് മാത്രല്ലേ മാറുള്ളൂ എന്നുള്ള സാറ് അത് എക്സാമ്പിളും വീഡിയോ ആയിട്ട് ലൈവായിട്ട് തന്നെ അവർ വില്ലിങ് ആണ്. ഉള്ളിൽ നിന്ന് തോന്നിയാൽ അന്ന് തന്നെ നിർത്തിയെന്നിരിക്കും. കാരണം ഭാര്യക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് അവർക്ക് ഇയാളെ സിഗരറ്റിന്റെ മണം ഛർദ്ദിക്കാൻ വരുന്നു പറഞ്ഞിട്ട് അന്ന് തന്നെ നിർത്തിയ മനുഷ്യനുണ്ട്. 10-35 കൊല്ലം വലിച്ചു കിടന്ന ആള്. പിന്നെ ഭാര്യ 3 കൊല്ലം കഴിഞ്ഞ് മരിച്ചിട്ടും അയാള് പിന്നെ 15 കൊല്ലം ജീവിച്ചിട്ടും പിന്നെ ആള് തൊട്ടിട്ടില്ല. അപ്പൊ അതാളെ ഉള്ളിൽ നിന്നുള്ള ആ കുറ്റബോധം എല്ലാം കൂടി ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ രഘു സാറ് പറഞ്ഞു തരാറില്ലേ, ജയൻ സാറെ, ഈ നമ്മൾ ഇങ്ങനെ വിരലിൻ്റെ ഇടയിൽ സിഗരറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചാരിക്കിടന്നിട്ട് പുക വലിക്കുമ്പോൾ ചുരുളുകൾ ഇങ്ങനെ പോകുമ്പോൾ അത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ വിരലിന് വേറെ പ്രാക്ടീസ് കൊടുത്തിട്ട് ആ പുകച്ചുരുൾ പോണതിനുള്ള കൈക്ക് വേറെ ആക്ഷൻ കൊടുത്തിട്ട് ആ തോട്ട് ഫോമും അവൻ്റെ NLP തെറാപ്പി വഴി എങ്ങനെയെങ്കിലും അതും മാറ്റിയെടുക്കണം എന്നുള്ളത് ഞാൻ പിന്നെ വേറെ ക്ലാസ്സിൽ നിന്നും കേട്ട് സാറ് പറഞ്ഞ പോലെ. അപ്പൊ റൂട്ട് തന്നെ, റൂട്ട് കോസ് തന്നെ കളയണം. അതുപോലെ ഇവിടെ നന്നായി പുക വലിക്കണ സോറി വെത്തില പുകലും കൂടി കഴിക്കണം ഉമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം മിഠായി കൊടുത്ത് പിന്നെ മിച്ചർ കൊടുത്ത് അങ്ങനെ ഒരു 2-3 മാസം ആകുമ്പോഴത്തേനും പിന്നെ അതിന് അഡിക്ഷനായി കൊടുത്തതിന്. അതിനെ പിന്നെ മാറി പിന്നെ അങ്ങോട്ട് മാറിപ്പോയി. അപ്പൊ അവരെ ഭാഗത്തുനിന്ന് നമ്മളെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടെങ്കിൽ കുറെ കാര്യങ്ങള് ഒരു ടേക്ക് ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ കുറെ മാറാൻ പറ്റും. അപ്പൊ നല്ല ലൈവായ നല്ല ക്ലാസ്, നല്ല സെഷൻ. താങ്ക് യു ജയൻ സാർ ആൻഡ് സാബ് സാർ. 15 ദിവസം കൊണ്ട് മാറ്റി കൊടുക്കും. ഓ 15 ദിവസം കൊണ്ട് മാറ്റി കൊടുക്കാം. 15 വേണ്ട, അവര് തന്നെ തയ്യാറാണ്. 15 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാം അല്ലേ? ഇനി മെത്തേഡുകളുണ്ട്. ഇനി ഒരു മെത്തേഡ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള മെത്തേഡുകളുണ്ട്. അത് ലൈവായിട്ട് പറഞ്ഞാൽ ക്ലിയർ ആവില്ല. അത് പ്രാക്ടിക്കലായി ചെയ്യിക്കുന്നതാണ്. അല്ലെങ്കിൽ തപാലില് നീന്തൽ പഠിക്കണ പോലെയാവും. വലിയ വെള്ളം ചാടിക്കോ നീന്തിക്കോ, എങ്ങനെ ചാടണം, എത്ര വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടില്ല. കാലൊഴിഞ്ഞ ഉത്തരവാദിത്വം അവരെ സ്വന്തമാണ്. കാര്യമില്ലല്ലോ. ഓക്കെ, അബ്ദുൽ സാർ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? പറയൂ സാറേ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ സാർ. ഓക്കെ സാർ, വളരെ കണ്ടന്റ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് അഭിനന്ദനങ്ങൾ സാർ. രണ്ട് സംശയങ്ങളുണ്ട്. സാറ് പറഞ്ഞു ഈ അഡിക്ഷന്റെ അടിസ്ഥാനം ലൈഫിന്റെ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടി സാർ പറഞ്ഞു. അതായത് ലൈഫിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ്. അപ്പൊ അതിന് റിവാർഡ് വരുന്നത് നമ്മുടെ ഡോപ്പമൈൻ അങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ അഡിക്ഷൻ, പ്രത്യേകിച്ച് സ്മോക്കിംഗ് അഡിക്ഷനിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ റിവാർഡിന് പകരം, റിവാർഡില് സന്തോഷത്തിന് പകരം
എന്തോ പെയിൻ ഉം. കൊടുക്കാം, അങ്ങനെ ഒരു ഏരിയ പറഞ്ഞു. അതൊന്നും കൂടെ ഒന്ന് ഉവ്വ. വിശദീകരിക്കാം. ഇപ്പൊ എനിക്കൊരു അഡിക്ഷൻ ഉണ്ട്. എന്റെ അഡിക്ഷൻ ഇതുപോലെ ക്ലാസ് എടുക്കലാണ്. അതുകൊണ്ട് എനിക്കോ ആ ക്ലാസ് കേൾക്കുന്നവർക്കോ ദോഷമില്ലാത്തതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ ക്ലാസ് എടുത്ത് പോകും. ഞാൻ സാറിന് വേറൊരു പെയിനുള്ള അവസ്ഥ തരാം. സാറിപ്പോ ടി വി കാണുമ്പോഴോ പുസ്തകം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴോ കാല് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. നമ്മളിങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കാറുണ്ട്. ചെറുപ്പത്തിൽ എന്താ പറഞ്ഞാണ് കാലാട്ടം കാണുമ്പോൾ? ആ, നമ്മൾ കാരണവന്മാർ ചെറുപ്പത്തിൽ കാലാട്ടുമ്പോ പാരന്റ്സ് എന്താ പറഞ്ഞിരുന്നത്? ഇവിടെയൊക്കെ പറയുന്നത് കാരണവന്മാർക്ക് കടം വരുന്ന പറയും. നമ്മൾ അവർക്ക് കടം വരുത്താൻ നമുക്ക് സന്തോഷമാണോ? അല്ലല്ല. അല്ല. അത് ചില സ്ഥലത്ത് പറയും പാരന്റ്സ് മരിച്ചു എന്ന് പറയും. ഞാൻ അവരോട് നിങ്ങൾ കാലാട്ടിയിട്ട് വേണം പാരന്റ്സിന്റെ മരണം ഉറപ്പിക്കാനോ ചോദിക്കും. അവിടെ അത് സെക്ഷുവാലിറ്റി ആയിട്ട് കുറച്ച് കണക്ഷൻ വരും. നമ്മുടെ കാലിലെ മുട്ടുമെന്ന് മൈക്രോ നെർവ്സ് നേരെ പോണത് നമ്മുടെ പ്രൈവറ്റ് പാർട്സിലേക്ക്. നമ്മൾ കാലാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ആക്റ്റീവ് ആവും. ഇത് നേരെ മെസ്സേജ് T3 T4ക്ക് വരും. അതൊന്ന് ബ്രെയിനിലേക്ക് വരും, അതൊന്ന് എൻഡോക്രൈൻ സിസ്റ്റത്തിലേക്ക് വരും. അപ്പൊ നമുക്ക് സെക്സിനോട് താല്പര്യം തോന്നുന്ന ഒരു പ്ലഷർ തോന്നും. അപ്പൊ നമ്മൾ കുട്ടികളോട് പറയണ്ട കാലാട്ടിയ സെക്സിനോട് താല്പര്യം വരും എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നമ്മൾ കാലാട്ടും, ഇല്ലേ? അപ്പൊ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കടം കയറും മരിക്കും എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഞാൻ കാലിന് വരെ കൈ കൊണ്ട കാണിക്കണത് നമ്മളിങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കണു. അത് ഇൻവളണ്ടറി ആക്ഷൻ, നമ്മൾ അറിയാതെ ചെയ്യണതാണ്. ഇത് അറിഞ്ഞ് ചെയ്തിട്ടുണ്ടാവും. സാറ് അറിഞ്ഞുകൊണ്ട് കാലിങ്ങനെ അടിച്ചു നോക്കും. മുട്ട് കൂട്ടിയടിക്കണം 21 ദിവസം, രാവിലെയും വൈകിട്ടും 108 പ്രാവശ്യം. എന്തുണ്ടാവും? വല്ലാത്ത പ്ലഷർ. അപ്പൊ സാറിന് പ്ലഷറാണോ പെയിൻ ഉണ്ടാവുക? പ്ലഷറിന്ന് പെയിൽക്കോ? ഇത് തന്നെയാണ് പറഞ്ഞത്. എന്ത് അഡിക്ഷൻ വേണേ സാറ് കൊണ്ടുവന്നോളൂ, ഞാൻ മാറ്റി തരാം. ഇപ്പൊ നമുക്ക് കുറെ ഡേറ്റിംഗ് ആപ്സുകൾ ഉണ്ട്. നമുക്ക് വാട്സപ്പ്, ഇൻസ്റ്റ അങ്ങനെ അല്ലാത്ത കുറെ ഡേറ്റിംഗ് ആപ്സുകൾ ഉണ്ട്. പ്യുവർ സെക്ഷുവാലിറ്റി ആണ്. പൈസ കൊടുത്താൽ ഡ്രസ് ചെയ്ത് തരും. അതിൽ അഡിക്റ്റഡ് ആയിട്ട് ഒരു പയ്യൻ വന്നു. അവൻ ഏകദേശം 85,000 കളഞ്ഞു. ഇപ്പോ ഞാൻ ആദ്യത്തെ ബട്ടൺ വരികയാണ്, രണ്ടാമത്തെ ബട്ടൺ പറഞ്ഞ പൈസ താ, ക്യൂരിയോസിറ്റിയാണ്. ഞാൻ വീണ്ടും പൈസ കൊടുത്തു. മൂന്നാമത്തെ ബട്ടൺ വീണ്ടും പൈസ കൊടുത്തു. ഈ കൊടുക്കുമ്പോൾ അവൻ അറിയണില്ല. ലാസ്റ്റ് അവൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് കണ്ണു തള്ളി 85,000 രൂപ. എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്താ വെച്ചു, ഒരു കാര്യം പറയണം. പറഞ്ഞോളൂ. അയ്യ വൃത്തികെട്ടതാ. എന്നാ ശരി പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് വൃത്തികെട്ട കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യം പറഞ്ഞു. എനിക്ക് അവന്റെ വരവും കണ്ടപ്പോൾ മനസ്സിലായി. നീ ആവശ്യമുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. എനിക്കൊരു വൃത്തിയുടെ സ്വഭാവം, വീണ്ടും വൃത്തിയുടെ സ്വഭാവം എനിക്ക് നല്ലതാണ്, നീ പറയാ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടാവും. അത്രയല്ലല്ലോ, പ്രശ്നമൊന്നുമില്ല പറഞ്ഞു. അന്നാണ് ഇങ്ങനത്തെ സാധനം ഉണ്ടെന്ന് ഞാൻ അറിയണത്. ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞപ്പോ ഒന്നല്ല, ഒരുപാടുണ്ട്. അപ്പൊ ആളുടെ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ഞാൻ അവിടുത്തെ മാനേജറെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ നേരെ വിളിച്ചു പറഞ്ഞു ആളോട്, ആളുടെ ബാങ്കിലത്തെ നമ്പർ കട്ട് ചെയ്യാൻ പറഞ്ഞു. അക്കൗണ്ടിൽ കണക്ട് ചെയ്ത ടെലിഫോൺ നമ്പർ ആദ്യം കട്ട് ചെയ്യാൻ പറഞ്ഞു. ഇയാൾ ലെറ്റർ ഇപ്പൊ കൊണ്ടുവന്നരും, അത് പെട്ടെന്ന് ചെയ്യണം, ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് ആരോ പൈസ അടിച്ചു മാറ്റി പറഞ്ഞു. ഉടൻ തന്നെ ഇയാൾക്ക് ലെറ്റർ കൊടുത്തയച്ചു. വരുമ്പോ 2 ഗ്ലാസ് ലെമൺ ജ്യൂസും കൊണ്ടുവരണം, 2 ഗ്ലാസ് വെള്ളവും കൊണ്ടുവരാൻ പറഞ്ഞു. 3.5 മണിക്കൂർ ആളായിട്ടിരുന്നു. ഇപ്പോ ഈ കണ്ട ആൾക്കാരെ ഇങ്ങേരുടെ മുന്നിൽ വന്ന് നേരെ നിന്നാലും ഇയാൾക്ക് ഒന്നും തോന്നില്ല, ഒരു അഡിക്ഷനും ഇല്ല. അപ്പൊ ആൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചത്, ഞാൻ കല്യാണം കഴിച്ച എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. കല്യാണം ചെയ്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ ഇവിടെ ഉണ്ട്. സിമ്പിൾ ആയിട്ട് മാറ്റിക്കൊണ്ട് ഇപ്പൊ ആള് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ആള് ഗൾഫിലാണ്, വിളിക്കാറുണ്ട്, ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇല്ല, അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക്. ഓവർ സ്റ്റിമുലേഷൻ ആണ് ഇവിടെ. സാർ ആ പറഞ്ഞ പെയിൻ നമ്മൾ സ്മോക്കിംഗ് അഡിക്ഷൻ ആയിട്ട് ഒന്ന് ഇതായിട്ട് കണക്ട് ചെയ്ത് പറയാം. സാറിന്ന് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് തിളച്ച വെള്ളം കുടിക്കും. വെള്ളം ഇരിക്കണ്ട വീട്ടില്, കുരുമുളക് ഇരിക്കണ്ട. ആദ്യം കുരുമുളക് ഒരു 2-3 ചവച്ച് തിന്നുക. എന്തായിരിക്കും അവസ്ഥ? എരിയും. ആ എരിയണ സമയത്ത് ഒരു ഗ്ലാസ് തിളച്ച വെള്ളം കുടിക്കും. അപ്പൊ സാറിന് പ്ലഷറാണോ പെയിൻ ഉണ്ടാവുക? ഇതാണ് അവസ്ഥ. ഓക്കെ. നമുക്ക് ചിലത് ഓൺലൈനിൽ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഓഫ്ലൈൻ ഓൺ ദ സ്പോട്ട് മനസ്സിലാവും. അത് ചെയ്യിക്കണം അവരെ കൊണ്ട്. ആ അഡിക്ഷന്റെ ക്ലാസ് ഉണ്ടാവുമ്പോൾ ഞാനൊരു വലിയ ഫ്ലാസ്ക് ചൂടുവെള്ളം കൊണ്ടുപോകും, അവിടെ അറേഞ്ച് ചെയ്യാൻ പറയും. ഞാൻ കുരുമുളക് ഇവിടുന്ന് കൊണ്ടുപോകും.
ചിലപ്പോൾ അവിടെ കിട്ടിയില്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് കുരുമുളക് കൊണ്ടും അത് തിന്നാൻ കൊടുക്കും. എന്തിനാ അറിയില്ല, നിങ്ങൾ ചവച്ചിന്നേക്ക്. നമ്മള് ചുവിങ്ങം കഴിക്കണ പോലെ ചവച്ചിന്നാൻ പറയും. എല്ലാവരും ചവച്ചിന്ന വെള്ളം കൊടുക്കും, കുടിക്കാൻ പറയും. അപ്പൊ അവർക്ക് അതിന്റെ വിഷമം അറിയും. ഇപ്പൊ ഒരു ലേഡി വന്ന് ചോദിച്ചു, ഞാൻ ഹസ്ബൻഡിന് സ്മോക്കിംഗ് അഡിക്ഷൻ ഉണ്ട്, ഞാൻ ഈ കുരുമുളക് പ്രയോഗം പറഞ്ഞിട്ട് ആൾ സമ്മതിച്ചില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചു. ആളോട് വെല്ലുവിളിക്കാൻ പറഞ്ഞു. നിങ്ങൾ മീശ വെച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ആണാന്ന് തെളിയിക്കുക, ഒരു 100 കുരുമുളക് ചവച്ച് തിന്നണം. ആ ചവച്ച് തിന്നു കഴിഞ്ഞാൽ ഞാൻ തരുന്ന വെള്ളം കുടിക്കാൻ പറഞ്ഞു. നല്ല തിളപ്പിച്ച വെള്ളം കൊണ്ട് ഒപ്പം ആംബുലൻസ് വീട്ടിൽ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ആളെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, അത്രയും ഇറിറ്റേഷൻ വരും. ഇതൊന്നും സാർ ചെയ്താൽ മതി, അപ്പൊ സാറിന് ഐഡിയ കിട്ടും. കുരുമുളക് ചവച്ചിന് തിളച്ച വെള്ളം കുടിക്കുക. ക്ലിയർ ആയില്ലേ? എന്നിട്ട് എന്തെങ്കിലും സംശയം എന്നെ വിളിച്ചോളൂ, മെത്തേഡ് തരാം. സാറിന്റെ സ്ഥലം എവിടെയാ? ഞാൻ കൽപ്പറ്റയില്ല സർ. കൽപ്പറ്റ. ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ കുറച്ച് നേരം വർക്ക് ചെയ്തിട്ടുണ്ട്, വടക്കാഞ്ചേരി. ഓക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങൾ? അമർജ്യോതി മാം പറയൂ. സർ, ജയകുമാർ സാറിന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. കുമാറില്ല, ജയകുമാർ, ജയന്മാർ. ഓക്കെ. സാറേ, സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് കുട്ടികളെ ശരിക്കും ആ സിബ്ലിംഗ് ഇഫക്റ്റ് വലിയൊരു കാരണമാണ് ഇതിലേക്ക് നയിക്കുന്നത്. പിന്നെ ആ പാരന്റ്സിനോടുള്ള ഇമോഷണൽ ബോണ്ട് ഇല്ലാത്തത്, അതുകൊണ്ടാണ് കുട്ടികൾ വേഗം പിയർ ഗ്രൂപ്പിലേക്ക് പെട്ടെന്ന് പോകുന്നത്. ശരി. പിന്നെ സാറ് പറഞ്ഞ ഒന്നിനോട് എനിക്ക് യോജിപ്പില്ല, അതായത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വരുന്നത് അത് പിന്നെ ഇതുകൊണ്ടാണെന്ന്, അതായത് പിന്നെ അല്ല, അതല്ല സാറേ, അതെന്താ വെച്ചാല് മനുഷ്യൻ ഇപ്പൊ അങ്ങനെയാണ്, അതായത് എന്താ പോരാന്നുള്ള തോന്നല്, അതായത് ഞാൻ എന്റെ പാർട്ട്ണറിന് ആഗ്രഹിച്ച സാധനം കിട്ടാതെ വരുമ്പോ ഞാൻ ചാടും. കിട്ടാത്ത വരുന്നല്ലേ, നല്ലോണം കിട്ടുന്ന ആൾക്കാരും പോകുന്നുണ്ട്. അതെന്താണെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും, അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പറ്റുന്ന ഏരിയയാണ്, അതുകൊണ്ടാ പറഞ്ഞത്. കൊണ്ടാണ്, അതായത് ഇതില്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ ആയിട്ടുണ്ടല്ലോ, സമൂഹം ഇപ്പൊ അങ്ങനെയാണല്ലോ. നാടോടുമ്പോ നടുവേ ഉള്ള ആൾക്കാരെ വിചാരം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയൊരു വലിയ എന്തോ ഒരു എക്സ്ട്രാ എന്തോ ഭാര്യ നല്ലായിട്ടോ ഭർത്താവ് നല്ലായിട്ടോ അല്ല, അത് സ്വഭാവത്തിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരേ ഫംഗ്ഷനില് വൈഫ് ഷോപ്പിംഗ് നടക്കണില്ലേ, പറഞ്ഞ ഒരുപാട് സാധനം ഇതിനോട് കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ സാറ് പറഞ്ഞ ഞാൻ ഒരാളെ മാറ്റിയിട്ടുണ്ട്, അങ്ങനെ ബാങ്കിൽ ജോലിയുള്ള ഒരാള്, പറഞ്ഞ ബാങ്കിൽ ജോലിയുള്ള അയാൾ എൻ്റെ അടുത്ത് വരുന്ന ഒരാൾ പറഞ്ഞ് ഈ പറഞ്ഞ 65,000 ആണ് ഒരു മാസത്തിലായിട്ട് ആവറേജ് പോകുന്നത്. ബാങ്ക് ഓഫീസറാണ്. പക്ഷെ ഈ സാറ് പറഞ്ഞ അതേ തന്നെ. പക്ഷെ അയാൾക്ക് പെണ്ണ് കാണാൻ പോകണം. പക്ഷെ ഒരു പെണ്ണിനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റൂല. പക്ഷെങ്കിൽ ഓൺലൈനായിട്ട് എല്ലാ വിക്രികളും ഒപ്പിക്കും. അപ്പൊ കറക്റ്റ് മാറ്റിയിട്ടുണ്ട് സാറേ, കറക്റ്റ് ആയിട്ട് മാറ്റാൻ. അല്ല, അവിടെ കറക്റ്റ് ആ പ്രശ്നം മാറ്റം ചെയ്യാൻ പറ്റും, ആളുടെ റിയൽ ലൈഫ് എൻജോയബിൾ ആക്കാനും പറ്റും. ഓക്കെ സാർ, എന്തായാലും നല്ല പ്രോബ്ലം അവിടുത്തെ ഓൺലൈൻ പ്രശ്നം മാറ്റി കൊടുത്താൽ മാത്രം പോരാ. ആ മാറ്റി കൊടുക്കുമ്പോ ആൾക്ക് അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് റിയൽ ലൈഫിൽ ആൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കഴിവ് കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. കാരണം മിക്കവാറും ആൾക്കാർ റിയൽ ആയിട്ടുള്ള ഒരു സ്ത്രീനോട് വർത്താനം പറയാൻ പറ്റൂല, അതിനുള്ള ഗട്സ് ഇല്ല. അതേസമയം ഓൺലൈനിൽ അത് ചൈൽഡ്ഹുഡ് ഇഷ്യൂ ആണ്. ഒന്ന് തപ്പി നോക്കിയ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാം. അപ്പൊ നമ്മൾ ആദ്യം ഇയാളെ ഒരു കാരണം മനസ്സിലാക്കി, ഇയാളെ അച്ഛന് 50 വയസ്സായപ്പോഴാണ് ഇയാൾ ജനിച്ചത്. അച്ഛനും അമ്മയ്ക്കും പ്രായമായതിനു ശേഷം ജനിച്ചത്. അപ്പൊ ഇയാളെ ഒരു ഗ്രാൻഡ് പാ നോക്കുന്ന വരെയാണ് ഓവർ കെയറിങ് ഒക്കെ. അയാളെ പേഴ്സണാലിറ്റി ഭയങ്കര ഡിസോർഡർ ഉണ്ടാക്കി. അങ്ങനെ കുറെ ഒരു 5 സിറ്റിങ്ങോളം വേണ്ടി. ഇപ്പൊ ഈ പറഞ്ഞ എത്ര സിറ്റിംഗ് വേണം? 5 സിറ്റിംഗ്. എന്റെ ഹിപ്നോതെറാപ്പിയിലൂടെയാണ് ഞാൻ മാറ്റിയത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് 1-2 സിറ്റിംഗിൽ തീർക്കാം. കറക്റ്റ് ഓരോരുത്തർ അപ്ലൈ. ഇനി അതൊരു വേറെ വിഷയം. ആൾക്ക് ചൈൽഡ്ഹുഡിലായ ഒരു ഇഷ്യൂ പറഞ്ഞു. 21 days ഇല്ലേ അതാണ് ചൈൽഡ്ഹുഡിലെ ഇഷ്യൂ പറഞ്ഞു. ആ ഇഷ്യൂല് ആൾക്ക് ഫീമെയിൽ അവർഷനാണെന്ന് വിചാരിക്കുക. അപ്പൊ മാഡത്തിന്റെ അടുത്ത് വരുമ്പോ ആൾക്ക് അവർഷനാണ് അല്ലെ, ഫീമെയിൽ ആണ് തെറാപ്പിസ്റ്റ്. എങ്ങനെ ട്രീറ്റ് ചെയ്യും?
ജെൻഡർ അവർഷനായിട്ട് ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് വന്ന് എങ്ങനെ ട്രീറ്റ് ചെയ്യും? അതൊക്കെ ഓരോന്ന് വരുന്നവർ അതിനനുസരിച്ചാണ് ചെയ്യാ. ഇപ്പൊ എന്റെ അടുത്തൊരു ലേഡി വരികയാണ്, അവർക്ക് മെയിൽ അവർഷനാണ്, ആ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കില്ല. അത് ശരി. അപ്പൊ അവർക്ക് മെയിൽ അവർഷൻ ഉണ്ടോ നമ്മൾ ആദ്യം കണ്ടെത്തണേ. അവരെ അടുത്തേക്ക് റെഫർ ചെയ്യേണ്ടി വരും. സാർ ആ വാക്കൊന്നുകൂടെ പറയാവോ? ജെൻഡർ അവർഷൻ, ജെൻഡർ അവേർഷൻ, ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള വെറുപ്പ്. അവര് ഒന്ന് അവരുടെ ഇരിപ്പെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യണ പണി എന്താ വെച്ചാ പെട്ടെന്നൊരു ഷേക്കൻഡ് ചോദിക്കും. ഓൺ ദ സ്പോട്ട് എന്റെ കൈമ തല്ലിയുണ്ടാവും. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള താനാ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ തല്ലിക്കോ, എനിക്ക് പരാതിയില്ല. മാക്സിമം അവരെ കൊണ്ട് തല്ലാൻ ഞാൻ ആലോചിച്ച് ചെയ്യും. അവരെന്നെ തൊട്ടുക, അവരെന്നെ തൊട്ടുവോ? ഇല്ല. അവരുടെ ബ്രെയിൻ എന്താ ചീറ്റ് ചെയ്തേ? അവരെന്നെ തൊട്ടിട്ടില്ല, അവരെന്നെ തല്ല ചെയ്തത്. കുറച്ച് ക്രേസി കേസസ് ആണ്. അവര് തല്ല് മാറിയിട്ട് കഴുത്തിന് പിടിച്ചാൽ ഞാൻ ഉത്തരവാദിയില്ല, ഇത് പോയി നാളെ അപ്ലൈ ചെയ്തിട്ട് അത് ഞാൻ പറയാം, ഞാൻ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. അപ്പൊ അവര് തല്ലാൻ തുടങ്ങിയപ്പോ അവരുടെ മൈൻഡ് റിയാക്ട് ചെയ്യാൻ തുടങ്ങി, ഇയാളോട് അവർഷൻ ഇനി വേണ്ട, ആ വർഷം മുഴുവൻ എന്നെ തല്ലി തീർത്തു. ചിലപ്പോ ആങ്കർ വരുമ്പോ ഞാൻ എന്റെ കൈ കൊടുക്കാറുണ്ട്. ആങ്കർ തീർക്കാൻ വേണ്ടി കൈമ ഒരു പ്രസ് ചെയ്യാൻ തുടങ്ങും. കഴിഞ്ഞു വരുമ്പോ കൈ റെഡിഷ് കളറേ ഉണ്ടാവും. ആ കൈമ പിടിച്ചത് അബദ്ധവശാൽ അവര് കൈ മാറ്റിയിട്ട് കഴുത്ത് പിടിച്ചാ എനിക്ക് മൂക്കിൽ പഞ്ഞി വെക്കേണ്ടി വരും. കൈ റിലീസ് ചെയ്യാൻ പറ്റില്ല, അത്രയും എനർജി ആയിരിക്കും അവര്. എനിക്ക് അങ്ങനത്തെ കേസ് ഭയങ്കര ഇഷ്ടമാണ്. അത് ക്രേസി ട്രീറ്റ്മെന്റ് ഒന്നും നിൽക്കാറില്ല സാറേ. ഞാൻ എനിക്ക് അങ്ങനത്തെ ക്രേസി ട്രീറ്റ്മെന്റ് ഭയങ്കര ഇഷ്ടമാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ഇതുവരെ അല്ല, കാരണം എന്താ വെച്ചാ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അവര് ഹാപ്പി എന്ന് പറയുമ്പോ നമുക്ക് ഉണ്ടാവുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കറക്റ്റ് ആണ്, ഉറപ്പല്ലേ. മാഡം സ്ഥലം എവിടെയാ? കൊയിലാണ്ടി. കൊയിലാണ്ടി. ആ, ഓക്കെ സർ, താങ്ക് യു. ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? നമ്മൾ പറഞ്ഞത് മെയിനായിട്ടും അഡിക്ഷൻ, പ്രത്യേകിച്ച് സ്മോക്ക് അഡിക്ഷൻ ആണ്. അഡിക്ഷൻസ് ഒരേ കാറ്റഗറിയിൽ പെടുത്താം. സാർ പറഞ്ഞ പോലെ പലതിനും അതിൻ്റെതായ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ട് അതിലാണെങ്കിൽ അങ്ങനെയും ചോദിക്കാം. സാറിന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, പേഴ്സണൽ ആയിട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തീർച്ചയായിട്ടും സാറിനെ സമീപിക്കാം. സാർ എവിടേക്കാ, ക്ലിനിക്കിൽ എവിടേക്കാ പോകുന്നത്? സ്ഥലം പറയും. ഒന്ന് എടപ്പാളുണ്ട്, കുന്നംകുളത്തുണ്ട്, ചാവക്കാടുണ്ട്. കുന്നംകുളം, ചാവക്കാട്. കോഴിക്കോടില്ല? അപ്പം ഇല്ല, കോഴിക്കോട് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ പോണില്ല. എവിടെ വിളിച്ചാലും പോകും സാറേ. കോഴിക്കോട് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. എവിടെ വിളിച്ചാലും ഞാൻ പോകും. ക്ലാസ് എടുക്കാനായാലും ശരി, ട്രീറ്റ്മെന്റിനായാലും ശരി. തൃശ്ശൂരിൽ എവിടെയാ സാറേ പ്രാക്ടീസ് ചെയ്യുന്നത്? ഒന്ന് എടപ്പാള്, ഒന്ന് ചാവക്കാട്, ഒന്ന് കുന്നോളം. ഇതാണ് 3 ഹോസ്പിറ്റലില്. ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. പിന്നെ ഓക്കെ, അപ്പോൾ ഇനി അബ്ദുൽ സാർ എന്താ വർക്ക് ചെയ്യണേ? ഞാൻ എംപ്ലോയ്മെന്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പൊ സൈക്കോളജി ഒക്കെ പഠിക്കുന്നത്. അബ്ദുൽ സാറേ, ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി. ഇതുപോലെ അഡിക്ഷൻ, ബിഹേവിയർ ടെക്നോളജി അല്ലെങ്കിൽ ബിഹേവിയർ അഡിക്ഷൻ, അങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ, ഹിപ്നോതെറാപ്പി ഒക്കെ സാറ് ചെയ്യും. എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, വാട്സാപ്പിലേക്ക്. സാറേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? താങ്ക് യു സാർ. സാറേ നല്ല സെഷൻ ആയിരുന്നു. മീൻസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലോട്ട് നല്ല കണക്ട് ചെയ്ത് നിൽക്കുന്ന സെഷൻ ആയിരുന്നു. ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഇച്ചിരി വൈകിയ വന്നേ, അപ്പോലും ഞാൻ സ്മോക്ക് ചെയ്തിരുന്ന ഒരാളാ. പിന്നെ സാറിന്റെ ക്ലാസ് ഇപ്പം പബ്ലിക് ടോയ്ലറ്റിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ ഡെയിലി അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ കയറി കഴിഞ്ഞാൽ. അപ്പം അതൊക്കെ വളരെ ഡേ ടു ഡേ ലൈഫിൽ നിൽക്കുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ ഒരുപാട് യൂസ്ഫുൾ ആയി സാർ. പിന്നെ അപ്പൊ ഞാൻ
എനിക്ക് സ്മോക്ക് ചെയ്തിരുന്നിട്ട് ഇപ്പൊ നസീം മാഡം പറഞ്ഞ പോലെ പെട്ടെന്നൊരു ഇൻസിഡന്റിൽ അങ്ങനെ നിർത്തി. ഇപ്പൊ ഒരു 11 വർഷമായി സ്മോക്കോ ലിക്കറോ ഒന്നുമില്ലാതെ 11 വർഷം ആയിട്ട് ഇപ്പം നിർത്താൻ പറ്റി. അപ്പം പിന്നെ എന്നെ ഒരു പിയർ പ്രഷറാണ്, കൂട്ടുകാരാണ് ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്തത്. അപ്പൊ ഞാനിത് ചെയ്യാത്ത ആളായപ്പോ അവർക്ക് അത്ഭുതം. വേറെ സ്ഥലത്ത് പോയപ്പോ ഇങ്ങനെ കൂട്ടുകാർ കൂടെ ഒരു ട്രിപ്പ് പോയപ്പോഴാണ് അവര് നമുക്ക് വെച്ച് നീട്ടുക. അപ്പം അവർക്ക് അത്ഭുതം. അങ്ങനെ അതില് പിന്നെ ഇത് നിർത്തി. പിന്നെ എന്റെ ഫ്രണ്ട് ഞാൻ വഴി വേറൊരാള് നിർത്തി. അപ്പൊ ആദ്യം ഇത് കൂട്ടുകാർ കൂടിയാണ് വന്നെങ്കിൽ പിന്നെ ഇതിന് ശേഷം ഇത് നിർത്തിക്കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരായി കൂട്ട്. അപ്പൊ പിന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കണ്ട. പിന്നെ ഞങ്ങള് കറങ്ങാനൊക്കെ പോകും, ട്രിപ്പൊക്കെ പോകും, ബീച്ചില്, ബൈക്കില്. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോ ഈ തോട്ട് വന്നില്ല, ഇതിൽ നിന്ന് മാറിപ്പോയി. പിന്നെ എനിക്കൊരു ഇത് തോന്നിയത്, നമ്മുടെ ഇപ്പം സാറേ ഏജ് ആവുമ്പോഴാണ് ഇത്. ഇപ്പൊ മൂവീസിൽ തന്നെ കാണിക്കുന്നത്, മൂവീസിലൊക്കെ ഇത് കാണിക്കുമ്പം ആക്ടറിന് കുഴപ്പമില്ല, ഇതൊക്കെ ഉപയോഗിച്ചിട്ടും ആള് ഹെൽത്തി ആണെന്നുള്ളൊരു തോട്ടാണ് ഇങ്ങനെ. ഇത് കൂടുതലും അതിലോട്ട് നമ്മളെ ടെംപ്റ്റേഷൻ. എനിക്കാണെങ്കിൽ അതെ സാർ. അപ്പൊ എനിക്കിപ്പോ ടെംപ്റ്റേഷൻ ഉണ്ടാവുമായിരുന്നു. മീൻസ് എരിവുള്ള കറി കൂട്ടുമ്പോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാബിറ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നിർത്താൻ സാധിച്ചു, ദൈവാനുഗ്രഹം. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അത് നിർത്തി. അല്ലെങ്കിൽ എത്ര കോസ്റ്റ്, ഇപ്പൊ പൈസ എത്ര പോയിട്ടുണ്ടാവും, എത്ര ഹെൽത്തിന് ഉണ്ടാവും. പക്ഷെ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഏജ് ആവുമ്പോഴാണ് കാണുന്നത്, ചുമയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും. അതെന്തുകൊണ്ടാ സാറേ? അല്ല, അങ്ങനെ എന്തെങ്കിലും ഒന്ന് മെഡിക്കൽ കൺസൾട്ടേഷൻ വേണം. അല്ല, ഏജ് ആവുമ്പം ഞങ്ങൾ മരുന്ന് കൊടുക്കണില്ല. ബോഡി അങ്ങനെ ഇത് നിർത്തിയതിന് ശേഷം അവർക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ ഒരു കൺസൾട്ടേഷൻ വേണം, ഒരു ഫിസിഷ്യനെ പോയി കാണും. ഇപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ഉപയോഗിക്കുന്നവരും പരിചയക്കാരുണ്ട്. എന്നാ പോലും അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഒരു ഏജ് ആയി കഴിയുമ്പോഴാണ് ഇതിന്റെയൊക്കെ സൈഡ് എഫക്ട്സ് വരുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയെ വീക്ക് ആവുന്നതുകൊണ്ടാണോ, അതാണോ ഞാൻ ചോദിച്ചത്? അല്ല, അതാ പറഞ്ഞേ. അപ്പൊ അതൊന്ന് ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഒരു ബോഡി ചെക്കപ്പ് ആവശ്യം വരും. ശരി, താങ്ക് യു സാറേ. ശരി. ഇപ്പൊ സാറ് പറഞ്ഞ സിനിമയില് നായകന്മാര് വലിച്ചിട്ട് അവർക്കൊന്നും സംഭവിക്കണില്ല. ഇപ്പൊ മറ്റേ സുശാന്ത് സിംഗ് സൂയിസൈഡ് ചെയ്തില്ലേ? സാറേ, കേരളം മുഴുവൻ കരഞ്ഞൂലോ. എല്ലാരും സങ്കടപ്പെട്ടു. നമ്മുടെ അയൽപ്പക്കത്തെ ആള് സൂയിസൈഡ് ചെയ്ത് നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും കരയുണ്ടോ? ഇല്ല, അത് അവന്റെ കുറ്റായിട്ടേ പറയുള്ളൂ. സിൽക്ക് സ്മിത സൂയിസൈഡ് ചെയ്തു, നമ്മൾ കുറെ ആളുകൾ കരഞ്ഞില്ലേ? തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി ഭരിച്ചു, നമ്മൾ നോക്കണ്ട. കാരണം തൊട്ടപ്പുറത്തെ വീട്ടിലെ ആളെയൊക്കെ ഏറ്റവും അടുത്താണ് ഈ പറഞ്ഞ സുശാന്ത് സിംഗ്. കാരണം ഇമോഷണലി വളരെ അടുത്താണ്. നമ്മൾ വളരെ ക്ലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ സ്ക്രീനാണ്. ഡിസ്റ്റൻസും ഇമോഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അതിന് വേറെ എക്സാമ്പിൾ പറയാം. മംഗലാപുരത്ത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ക്ലാഷ് ഇല്ലേ? നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തു? എയർ ഇന്ത്യയാണ്, മംഗലാപുരത്താണെന്നല്ലാതെ വേറെ ഒന്നും വന്നില്ല. അത് തന്നെ കോവിഡ് കാലഘട്ടത്തിൽ കോഴിക്കോട് സംഭവിച്ചു. ഈ രണ്ടിന്റെ ഇമോഷൻ സെയിം ആയിരുന്നു. അല്ല, കോഴിക്കോടിന്റെ നമ്മുടെ അടുത്താണ്, മംഗലാപുരം അല്ലത്. ഇത് തന്നെ എല്ലാ സേഫ്റ്റിയുള്ള എമിറേറ്റ്സ് ഫ്ലൈറ്റ് ദുബായിൽ ക്ലാഷ് വന്നപ്പോ എമിറേറ്റ്സ് ഇത്രേ വന്നുള്ളൂ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അടുത്ത് വന്നത് കോഴിക്കോടാണ്. അതേപോലെ തന്നെയാണ് ഈ സെലിബ്രിറ്റീസിനെ എല്ലാം നമ്മൾ കാണുന്നത് സ്ക്രീനിലൂടെയാണ്. സ്ക്രീനിലൂടെ വളരെ ക്ലോസ്ഡ് ആണ്. ആ ക്ലോസ്ഡ് ആവുമ്പോൾ അവരായിട്ടുള്ള ഇമോഷൻ കൂടും. അതുകൊണ്ടാണ് മറ്റേ സുശാന്ത് സിംഗ് സൂയിസൈഡ് ചെയ്തപ്പോ പല ആൾക്കാരും കരഞ്ഞത്. ദിവ്യ ഭാരതി സൂയിസൈഡ് ചെയ്തു തന്നെയാണ്. കാരണം അവരൊക്കെ ആക്ട്രസ് ആണ്, നമ്മളോട് വളരെ ക്ലോസ്ഡ് ആണ് അവർ. അത് തൊട്ടയൽപ്പക്കത്തുള്ള ആൾ മരിച്ച് നമുക്കറിയുന്നില്ല. ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, അന്ന് ബറോഡയിലെ MS പ്രോഗ്രാം നടന്നപ്പോ ഒരു ആള് പേപ്പർ പ്രസന്റേഷൻ നടത്തിയത് സെലിബ്രിറ്റീസിന്റെ സൂയിസൈഡും അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസും ആണ്. ഞാനായിരുന്നു അവിടെ ചെയർ ഉണ്ടായിരുന്ന മെയിൻ പേഴ്സൺ ഞാനായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ എടുത്ത സെലിബ്രിറ്റീസ് പരം നോർമൽ പീപ്പിൾസിനെ പോയി കാണുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇത് കിട്ടില്ല, കാരണം നമ്മൾ അവരോട് ഇമോഷണൽ അടുപ്പാണ്, അതാണ് കാരണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയി സാറേ. ഇത് ഒരുപാട്
സോഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് സാറ്. ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അതെ ഒരുപാട് പേരെ അതെ. അതെ നമുക്ക് അതുപോലെ ഇമ്പ്രൂവ് ചെയ്തു. വളരെ സെൻസിറ്റീവ് ആണ് ഈ കുമാർ സാറേ. ജോർജ് സാർ. താങ്ക് യു സർ. ജയൻ സാർ, ഒത്തിരി നാളുകൾക്ക് ശേഷം കാണുന്നു. ഒത്തിരി സന്തോഷം. ഓക്കെ. വളരെ സരസമായി സാറിന്റെ എല്ലാ ക്ലാസ്സും എന്നതുപോലെ ഇന്നത്തേതും. അതിൽ ആ മണ്ണെണ്ണ പ്രയോഗമൊക്കെ ഗംഭീരമായി പോയിട്ടോ. ഘോരമായ സദ്യക്ക്. അല്ല, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാ കുറെ ആൾക്കാർ ചിന്തിക്കും അതെ അതെ അതെ, ഇതേപോലെയാണ് ബെഡ്റൂമില് പാർട്ട്ണർ സഹിക്കണേ എന്ന് തിരിച്ചറിവ് വരുത്താൻ വേണ്ടി ഞാൻ മണ്ണെണ്ണ കൊണ്ടുവന്നതാ. കറക്റ്റ്. അത് വളരെ ശരി തന്നെയാണ്. ഞാൻ ഈ രണ്ട് കാര്യം ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുക. രണ്ടും എൻ്റെ അനുഭവത്തിൽ എന്നോട് നേരിട്ട് പറഞ്ഞതാ. ഒന്ന്, ഈ ലോകത്ത് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് കുടിയന്റെ ഭാര്യയാണെന്ന്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യും, സ്വയം നേരിട്ട് വേദനിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അവർക്ക് ഒന്നിനും ആ നിയന്ത്രണങ്ങൾ ഇല്ലാതെ പോകുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് കുടിയന്റെ ഭാര്യയാണെന്ന് ഒരു ഭാര്യ തന്നെ അറിഞ്ഞു കേട്ടാ. ഭാര്യയായ സ്ത്രീയുടെ ഒരു സെഷനിൽ ഇങ്ങനെ പറയാനിടവന്നു. അതുപോലെ മറ്റൊരു കാര്യം, സ്മോക്കറെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ശരി, പബ്ലിക് ടോയ്ലറ്റിന്റെ സ്മെല്ലിനേക്കാൾ കൂടുതൽ അയാൾ വാ തുറക്കുമ്പോ പിന്നെ എന്നാ പറയണ, അന്ന് അടുത്ത് പെരുമാറാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ആത്മാർത്ഥമായിട്ടൊന്നും. രണ്ട് കാര്യവും നേരി പറഞ്ഞു. ഫെബ്രുവരി 29 മാത്രമേ പറ്റുണ്ടാവുള്ളൂ, 4 വർഷം കൂടുമ്പോ. അതെ അതെ അതെ, സത്യം. എന്തായാലും അതൊക്കെ ഓർക്കാനും ഓർക്കാനും അവസരം കിട്ടി പങ്കുവയ്ക്കാൻ. താങ്ക് യു സർ. പക്ഷെ നമ്മൾ ഓഫ്ലൈൻ ആണെങ്കിൽ ഒന്നുകൂടി ഇഫക്റ്റീവ് ആക്കാൻ പറ്റും. നമുക്ക് ആ പ്രാക്ടിക്കലി ചെയ്യിച്ച് ഇഫക്റ്റീവ് ആകാൻ പറ്റും. ഓൺലൈനിന്റെ പരിധി ഇല്ലല്ലോ. എന്തായാലും സാവു സാറ് അല്ല ജയൻ സാറ് ഈ ഇതിന്റെ കുഴപ്പങ്ങളും തകരാറുകളും അതോടൊപ്പം പണം പോകുന്നു, ഡിസീസുകൾ, ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നു, അതുപോലെ എനർജി പോകുന്നു, ഇതെല്ലാം കാര്യങ്ങൾ ലാസ്റ്റ് പറഞ്ഞതിന് ശേഷം അത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞിരിക്കുകയാണ്. ആ കുരുമുളക് പ്രയോഗവും പിന്നെ ഡൈവേർട്ട് ചെയ്യുക, സംഗീതം, അതുപോലെ നടക്കാൻ പോവുക, അതുപോലെ എന്തെങ്കിലും സിനിമയ്ക്ക് പോവുക, ഇതൊക്കെയുള്ള അതും അവരെ ഒന്ന് അതിലേക്ക് തിരിക്കാൻ സാധിക്കും. പിന്നെ സപ്പോർട്ട് ഓഫ് ഫാമിലി മെമ്പേഴ്സ്, അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനും ഇവരെ അതിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടേതായ റോളുകൾ വഹിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം സാറ് വളരെ വ്യക്തമായ രീതിയിലൂടെ അവതരിപ്പിച്ചു. സാധാരണ ഒരാൾക്ക് ഇതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്ക് ഇതിൽ നിന്ന് ഒരു അവബോധം കിട്ടി അവരതിൽ നിന്ന് പിന്തിരിയാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ നല്ല കൺസൾട്ടേഷൻ നടത്തുവാനും തെറാപ്പീസൊക്കെ നടത്താൻ വേണ്ടി ഇങ്ങനെയുള്ള സൈക്കോളജിസ്റ്റോ അതുപോലെ ഡോക്ടേഴ്സിനെ കാണാൻ അവർ തയ്യാറാകുമായിരിക്കും. അതായത് മെഡിസിനും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള തെറാപ്പിയും ഇത് വളരെ നല്ലതായിരിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായ രീതിയിൽ സൂചിപ്പിച്ചു. ഇത് വരുത്തിവെക്കുന്ന വിനകൾ എത്രമാത്രമാണെന്ന് സാർ ചെറിയ സമയം കൊണ്ട് ചെറിയ വാക്കുകളിൽ കൂടി അവതരിപ്പിച്ചു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല അവബോധം എല്ലാവർക്കും തന്നു. സാറിന് എല്ലാവിധമായ അപ്രീസിയേഷൻ ഞാൻ നൽകുകയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? വളരെ നന്നായിരുന്നു സാറേ ക്ലാസ്. താങ്ക് യു സർ. കേൾക്കാൻ കഴിഞ്ഞതിന് നന്ദി. ഓക്കെ, അപ്പോൾ താങ്ക് യു. വേറെ ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. സാർ നമ്പർ ഇല്ലാത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ നമ്പർ തരാം. കോൺഫറൻസിന്റെ ഡീറ്റെയിൽസും വല്ലതൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചോളൂ, ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്യാം അല്ലേ. നാളെ നമുക്ക് തിരുക്കുറളാണ്. തിരുക്കുറളിൻ്റെ 39ാമത്തെ അധ്യായമാണ്. സോ ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. ഗുഡ് നൈറ്റ്, സീ യു, ബൈ. താങ്ക് യു സർ. പറയാനല്ലോ അല്ലേ അബ്ദുൽ സാർ? ജോർജ് സാർ എന്തോ പറഞ്ഞു? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഹള്ളി. താങ്ക് യു സാർ. ഒരു കോൺഫറൻസ് വരുന്നുണ്ട്, ഫ്രീ ആണെങ്കിൽ നോക്കി നോക്കൂ. 15ാം തീയതി മുതൽ 29. ഞാൻ കണ്ടു സർ.
ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റിയിലത്തെ പ്രൊഫസേഴ്സ് വരുന്നുണ്ട്. 4 പേര് ഇന്ത്യക്ക് പുറത്തുനിന്നാണ്. അബ്ദുൾ സാർ എന്താ പറഞ്ഞത്? സാബു സാറുടെ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് കേട്ടിരുന്നു സാറേ, നന്നായിരുന്നു. ഇന്നലെ പറയാൻ വിട്ടു. So okay, thank you. Bye. See you. Okay.